നമസ്കാരം. കെയറിംഗ് ഹാൻഡ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ACB വ്യൂവേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കെയറിംഗ് ഹാൻഡ്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഗർഭകാല ആശങ്കകൾ എന്നുള്ള വിഷയമാണ്. നമുക്കറിയാം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗർഭകാലമാണ്. പക്ഷേ എത്ര സുന്ദരമാണോ അത്ര തന്നെ പലതരത്തിലുള്ള ആശങ്കകൾക്കും വഴിയുള്ള അല്ലെങ്കിൽ സാഹചര്യമുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വിഷയം തിരഞ്ഞെടുത്തിരിക്കുന്നത് ചർച്ചയ്ക്കായി. ഗർഭകാല ആശങ്കകൾ. നമുക്ക് അതിഥിയായിട്ടുള്ളത് ഡോക്ടർ ലീലാമണിയാണ്. യാന മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ, യാന വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെൻറ്റർ, അരുമനയും ഉള്ളൂരുമായിട്ടാണ് ബ്രാഞ്ചസ്. യാനയിലെ സീനിയർ കൺസൾട്ടൻ്റ് ആണ് ഡോക്ടർ. ഡോക്ടറിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഒപ്പം പ്രേക്ഷകരോടായി നമ്മുടെ ഈ കെയറിംഗ് ഹാൻഡ്സ് ഒരു ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. 1 മണിക്കൂറാണ് പ്രോഗ്രാമിൻ്റെ ഡ്യൂറേഷൻ. ഗർഭകാല ആശങ്കകൾ എന്നുള്ള ഈ വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും നമുക്ക് ഡോക്ടറുണ്ട്. വളരെ സീനിയർ ആയിട്ടുള്ള ഒരു കൺസൾട്ടൻ്റ് ആണ്. ഡോക്ടറോട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് ചോദിച്ച് ആ സംശയങ്ങൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. ചെയ്യേണ്ടത്, നിങ്ങളുടെ TV സ്ക്രീനിൽ ഇപ്പോൾ ഒരു നമ്പർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ആ നമ്പറിലേക്ക് ഡയൽ ചെയ്യുക. ഡോക്ടറോട് നേരിട്ട് തന്നെ ചോദിച്ച് സംശയങ്ങൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം അല്ലേ ഡോക്ടർ? ഈ ഗർഭകാല ആശങ്കകൾ എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുന്ദരമാണ്, പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്ട്രെസ്സും ആ കാലഘട്ടത്തിൽ വരാറുണ്ട്. അപ്പോൾ വിവിധ ആളുകളുടെ ആശങ്കകളുണ്ട്. ഒരു സ്ത്രീക്ക് അവരുടെ ഭർത്താവിനെ, അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവരും സ്ട്രെസ്സിലൂടെ പോകുന്ന ഒരു സമയം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ആദ്യം അമ്മയാകാൻ പോകുന്ന അല്ലെങ്കിൽ തയ്യാറെടുക്കുന്ന ഗർഭിണിയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവർ നേരിടുന്ന ആശങ്കകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് സംസാരിച്ച് തുടങ്ങാം ഡോക്ടർ. ആദ്യമായിട്ട് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഗർഭാസുഖമല്ല. രണ്ടാമത് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് എന്താണ്, പണ്ടേ ദുർബല പിന്നെയും ഗർഭിണി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ചൊല്ലുകളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. പിന്നെ ഒരു സ്ത്രീയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ഉടനെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഗർഭിണിയായില്ലേ എന്നുള്ളതാണ്. അപ്പോൾ ഗർഭിണിയായി കഴിയുമ്പം ശരിക്കും പറഞ്ഞാൽ ഗർഭം എന്ന് പറയുന്നത് അത് വഹിക്കുന്ന സ്ത്രീ തന്നെയാണ്. സ്ത്രീയുടെ ശരീരത്തിലാണ് ഗർഭവുമായി ബന്ധപ്പെട്ട എല്ലാ ചേഞ്ചസും വരുന്നതെങ്കിലും ഇതിനകത്ത് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ, സ്ത്രീയുടെ ഭർത്താവ്, വീട്ടിലുള്ള ബാക്കി ബന്ധുക്കൾ, ചുറ്റുമുള്ള ബന്ധുക്കൾ, നമ്മൾ വർക്ക് ചെയ്യുന്നിടത്താണെങ്കിൽ വർക്ക് പ്ലേസിലെ ആൾക്കാർ, എല്ലാവർക്കും ഇതിനകത്തൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അത് പലരുടെയും സംശയങ്ങളും പലരുടെയും ടെൻഷനും എല്ലാം ആശങ്ക കൂട്ടാനും ചിലപ്പോഴെങ്കിലും അത് ആശങ്ക കുറയ്ക്കാനും ഒക്കെ കാരണമാകാറുണ്ട്. അതുപോലെ തന്നെയാണ് ഡോക്ടറുടെ കാര്യം. എപ്പോഴും സ്ത്രീ എപ്പോഴും ഒരു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നുണ്ടാവും. അതിപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിലും പലപ്പോഴും ഗർഭിണികളായ സ്ത്രീക്ക് അവരുടെ ഡോക്ടർ തന്നെ കാണണം. അവരുടെ ഡോക്ടർ തന്നെ, ഇപ്പം ഗവൺമെൻറ്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ സ്ത്രീ വിചാരിക്കുന്നത് പോലെ എല്ലാ ദിവസവും ആ ഡോക്ടറെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം ആ ഡോക്ടറെ കണ്ടില്ലെങ്കിൽ അതുപോലെയുള്ള ആശങ്കകൾ, ആ ഡോക്ടർ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ലീവ് എടുത്തു പോലെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ്റിലൊക്കെ ആണെങ്കിൽ ട്രാൻസ്ഫർ ആയി പോകുമല്ലോ ചെയ്താൽ അതുകൊണ്ടുള്ള ആശങ്കകൾ, ഹോസ്പിറ്റലിൽ പ്രസവത്തിനായിട്ട് അഡ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഡോക്ടറെ കണ്ടില്ലെങ്കിൽ അത്തരം ആശങ്ക, ഇങ്ങനെ പല തരത്തിലുള്ള ആശങ്കകളുണ്ട്. പലതും നമുക്ക് തന്നെ ദൂരീകരിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ചിലരുടെ ആശങ്കകൾ ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റാത്തതാണ്. ഇപ്പോൾ ഗർഭകാലം കടന്നു പോകുമ്പോൾ ഒരു ഗർഭിണിയായ സ്ത്രീയോട് പറയാനുള്ളത് എല്ലാം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. ഗർഭം എന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാത്തൊരു സാധനമല്ല, ഉള്ളത് തന്നെയാണ്. എന്ന് പറഞ്ഞ് അതൊക്കെ വളരെ റെയർ ഇൻസിഡൻസാണ്. ഗർഭകാലത്തുണ്ടാകുന്ന കോംപ്ലിക്കേഷൻ ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ. പക്ഷേ ഇന്ന് എന്തെന്ന് പറഞ്ഞാലും, പണ്ടെല്ലാം ആണെങ്കിൽ ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു ദൈവവാക്യമാണ്. ഇന്നൊരു ഡോക്ടർ പറഞ്ഞാൽ അതങ്ങോട്ട് നേരിട്ട് വിശ്വസിക്കുന്ന ആൾക്കാർ കുറവാണ്. അവരതിനെ ഉടനെ കൗണ്ടർ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കും. ഇങ്ങനെ പല കാര്യങ്ങൾ വരുമ്പം ആശങ്കകൾ കൂടിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം പറയുന്നത്, ഇപ്പം നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താലും നമ്മൾ വേറൊരാളിനോട്, പലരും ഇപ്പോൾ ഫ്രണ്ട്സിനോട് ചോദിക്കും, നേരത്തെ പ്രസവിച്ചിട്ടുള്ള ഒരാളിനോട് ചോദിക്കും. അവർ പറയുന്നത് മുഴുവൻ നമുക്ക് ആ ഗർഭിണിക്ക് ബാധകമാണെന്ന്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഗർഭിണിയുടെ ഗർഭം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചുള്ള യുണീക്കാണ്, അവർക്ക് മാത്രമുള്ളത്. അപ്പോൾ അവരുടെ ശരീരത്തിലാണ് വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഡെലിവറി എന്ന് പറയുന്നത് നോർമൽ ഞങ്ങളെപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. പേര് കേട്ടാൽ എല്ലാം പ്രസവം അല്ലെങ്കിൽ സിസേറിയൻ. 10 സിസേറിയൻ ചെയ്താൽ 10 രീതിയിലാണ് ചെയ്യേണ്ടി വരുന്നത്.
അപ്പോൾ ഈ രീതിയിലുള്ള വ്യതിയാനങ്ങൾ ഇതിനകത്തെല്ലാം ഉണ്ട്. അപ്പോൾ അത് നമ്മളിപ്പം ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർ പഠിക്കുമ്പോൾ കൈകാര്യം ചെയ്തിട്ടില്ലാത്ത കേസുകൾ വരെ നമ്മൾ ഒരു പ്രാക്ടിക്കലി നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഡോക്ടർക്ക് ആശങ്ക ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ആശങ്കകളുടെ ഒരു പരമ്പരയാണ് ഗർഭകാലം എന്ന് പറയുന്നത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം ഗർഭം ആണ് എന്നറിയുന്നത് മുതൽ പ്രസവിച്ച അമ്മയും കുഞ്ഞും സേഫ് ആകുന്നത് വരെയും ആശങ്ക കുറയില്ല. അത് കഴിഞ്ഞാലും കുറയില്ല, പിന്നെ പാലൂട്ടുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ ആശങ്ക ഒഴിഞ്ഞ ഒരു സമയമില്ല, പക്ഷെ ആശങ്കപ്പെട്ടിട്ടൊരു കാര്യമില്ല. അതാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തിങ്ക് പോസിറ്റീവ് എന്ന് പറയുന്നത്. ആ ഒരു പോസിറ്റീവ് തിങ്കിങ്ങും ടെൻഷൻ ഇല്ലാത്ത ഒരവസ്ഥയുമാണ് ഗർഭകാലത്തെ സന്തോഷപ്രദമാക്കുന്നത്. എപ്പോഴും ടെൻഷൻ അടിച്ച് ഉറങ്ങാതെയും ആഹാരം കഴിക്കുക അയ്യോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഞാനൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഗർഭിണി നമ്മളുടെ അടുക്ക ചെക്കപ്പിന് വരുമ്പോൾ നമ്മൾ അവരെ പരിശോധിക്കുന്നു, എല്ലാം നോക്കുന്നു, എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പറയും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാലും കൂടെ വരുന്നവരെങ്കിലും ഒരാൾ ചോദിക്കും വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അവർ ആ വേറെ എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എക്സ്ട്രീം ഏതെങ്കിലും കോംപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമുക്ക് മനസ്സിലെങ്കിലും ദേഷ്യം തോന്നാറുണ്ട്, ഇത്രയും പറഞ്ഞു കൊടുത്തിട്ടും പിന്നെയും ചോദിക്കുന്നത് അങ്ങനെ അല്ലേ എന്നുള്ളത് നമുക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് എനിക്ക് വീണ്ടും പറയാനുള്ളത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഗർഭകാലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു അവസ്ഥ മാത്രമാണ്. ഡോക്ടർ, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ, ഒരു കോൾ കുറച്ച് സമയമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ആരാണ്? ഞാന് മാളവികയാണ് സംസാരിക്കുന്നത്. എവിടുന്ന് വിളിക്കുന്നു മാളവിക? തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ മാളവിക, നമ്മുടെ ഇന്നത്തെ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഗർഭകാല ആശങ്കകളാണ്. ഡോക്ടർ ലീലാമണിയുണ്ട് സംസാരിക്കാൻ. പറയൂ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഞാനിപ്പോ 4 months പ്രഗ്നന്റ് ആണ്. ഞങ്ങളുടെ നാട്ടിലെ തന്നെ ഒരു ഗവൺമെന്റ് ആശുപത്രിയിലാണ് ഞാൻ കാണിക്കുന്നത്. അന്നേരം ഫസ്റ്റ് ആദ്യത്തെ മന്തൊന്നും എനിക്ക് പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ 3rd മന്തൊക്കെ ആയ സമയത്ത് എനിക്ക് ഷുഗർ ഇവര് ഡിറ്റക്ട് ചെയ്തു. ഷുഗർ ഉണ്ട് പറയുന്നത്. അത് കഴിഞ്ഞ് 4ാം മാസം ആയപ്പോ ഷുഗർ നല്ല കേറി. ഇപ്പൊ എനിക്ക് 3 നേരം ഇൻസുലിൻ എടുക്കാനാണ് പറയണത്. ഫുഡ് കൺട്രോൾ ചെയ്യണുണ്ട്, മെഡിസിൻ എടുക്കുന്നുണ്ട്. പക്ഷെ ഷുഗർ ഇതൊക്കെ ചെയ്തിട്ട് ഷുഗർ കുറയുന്നില്ല. എല്ലാരും പറയുന്നത് ഇത് ഷുഗർ കൂടി കഴിയുമ്പോ കുഞ്ഞിന് വൈകല്യങ്ങൾ വരും, കുഞ്ഞിന് വേറെ അസുഖങ്ങളൊക്കെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ വരലുണ്ടോ? ഗർഭകാലത്ത് മാത്രം വരുന്ന ഡയബറ്റീസ് ഉണ്ട്, അതായിരിക്കും ഇയാൾക്കുണ്ടായതെന്ന് ഞാൻ വിചാരിക്കുന്നു. നേരത്തെ ഡയബറ്റീസ് ഉള്ളതായിട്ട് അറിഞ്ഞൂടല്ലോ? ഇല്ല, എനിക്കിപ്പോ ഏകദേശം 3 മാസമൊക്കെ ആയപ്പോഴത്തേനാണ് എനിക്കിത് ഉണ്ടെന്ന് പറഞ്ഞു. എത്ര വയസ്സുണ്ട്? എനിക്ക് 24 വയസ്സുള്ളൂ. അപ്പോൾ ചെറുപ്പക്കാരിൽ ഗർഭകാലത്തുണ്ടായ ഒരു ഡയബറ്റീസ് ആവാൻ സാധ്യതയുണ്ട്. ചിലർക്ക് നമ്മൾ നേരത്തെ ഡയബറ്റീസ് ഉണ്ടായിട്ട് നമ്മൾ അറിയാതെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 3 മാസമുള്ള സ്കാനിങ് ഒക്കെ ചെയ്തല്ലോ? ഡയബറ്റീസ് പറഞ്ഞില്ല. അപ്പോൾ ഗർഭകാലത്ത് ഈ ഡയബറ്റീസ് എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ചികിത്സാ സംവിധാനങ്ങളും നമ്മുടെ ഗർഭകാല പരിചരണവും വെച്ചിട്ട് നമുക്ക് ഈ കോംപ്ലിക്കേഷൻ ഒരു നല്ല ശതമാനം വരെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അത് ഡയബറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അയ്യോ എൻ്റെ ഷുഗർ കുറയുന്നില്ലല്ലോ എന്ന് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടാനാണ് സാധ്യത. ഗർഭകാലത്ത് നമ്മൾ വായിൽ കൂടെ കഴിക്കുന്ന മരുന്നുകളിലൂടെയൊക്കെ ചിലപ്പം ഷുഗർ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിലാണ് നമ്മൾ ഇൻസുലിൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഡയറ്റ് നമ്മൾ എത്ര കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് ഡയറ്റൊക്കെ നമ്മൾ കഴിച്ചല്ലേ കുഞ്ഞിന് വളരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അമ്മയുടെ ആരോഗ്യം. അതുകൊണ്ടാണ് നമ്മൾ ഇൻസുലിൻ തന്നെ നല്ലൊരു കൺട്രോൾ കിട്ടാനാണ് കൂടുതൽ ഷുഗറുള്ളത്. ചെറിയ ഷുഗറിനൊന്നും നമ്മൾ ഇൻസുലിൻ ഇടുക. അപ്പോൾ ഇയാൾക്ക് ഇൻസുലിൻ ഇട്ടെന്ന് പറയുമ്പോൾ മിക്കവാറും നല്ല ഷുഗർ ഉണ്ടാവാനാണ് സാധ്യത. അപ്പോൾ ആ ഇൻസുലിൻ 200 സംതിങ് ഉണ്ട്. അതാണ് 200ന് മേളിൽ വരുമ്പോഴാണ് നമ്മൾ ഇൻസുലിൻ ഇടാൻ പറയുന്നത്. അപ്പം ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു കുഴപ്പവും ചെയ്യുന്ന സാധനമല്ല, നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാകുന്നതാണ്. കുഞ്ഞിന് വൈകല്യം എന്ന് പറയുന്നത് നമ്മൾ ഗർഭിണിയാവുമ്പം ഷുഗർ ഉണ്ടായിട്ട് നമ്മൾ അറിയാതെ പോകുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ആദ്യ മാസങ്ങളിൽ അല്ലെങ്കിൽ ഗർഭിണിയാകുന്ന സമയത്ത് ഷുഗർ ഉണ്ടായിരിക്കുകയും നമ്മൾ അറിയാതെ പോവുകയും ചെയ്യുന്ന അവസരങ്ങളിലാണ് വൈകല്യത്തിന് കൂടുതൽ സാധ്യത. വൈകല്യത്തിലും ആദ്യ മാസങ്ങളിൽ ഗർഭാലസി പോകാനൊക്കെ കൂടുതൽ സാധ്യതയുള്ളു. നമ്മൾ ഷുഗർ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പലതരം ഇൻസുലിനുണ്ട്, പലതരം ചികിത്സകളുണ്ട്. വായിൽ കൂടെ കഴിക്കുന്ന മരുന്നുണ്ട്,
ഇയാൾ ഇതിനെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വെയിറ്റ് കൂടിയ ആളാണോ? നോർമൽ വെയിറ്റ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വൈകല്യം എന്ന് പറയുന്നത് ആദ്യ മാസങ്ങളിലാണ് ഉണ്ടാകുന്നത്. ആദ്യത്തെ 3 മാസത്തെ സ്കാനിങ്ങിൽ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമ്മളിനി 5 മാസം ആകുമ്പോൾ വീണ്ടും ഒന്നും കൂടെ ഡീറ്റെയിൽഡായിട്ട് സ്കാൻ ചെയ്ത് നോക്കും. അതിലും മിക്കവാറും കുഴപ്പമൊന്നും കാണാനുള്ള സാധ്യത ഇയാൾക്കില്ല. 2-3 കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇയാൾ ചെറുപ്പമാണ്, 24 വയസ്സെന്ന് പറയുന്നത് നമ്മൾ വൈകല്യ സാധ്യത കുറഞ്ഞ ഒരു പ്രായമാണ്. പിന്നെ നേരത്തെ ഡയബറ്റീസ് ഉള്ള ആളല്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ട് വൈകല്യത്തിൻ്റെ സാധ്യത വളരെ കുറവാണ്. ഇനി ഇയാൾക്ക് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ളത് കുഞ്ഞിൻ്റെ ഗ്രോത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഗ്രോത്തിലുള്ള പ്രശ്നമെന്ന് പറയുന്നത് ഡയബറ്റീസിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ അമിതമായിട്ടുള്ള വെയിറ്റ് കൂടുന്നതാണ്. നമ്മൾ ഇൻസുലിൻ, അപ്പം കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങൾ. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഷുഗർ നല്ലോണം നിയന്ത്രിച്ച് കൊണ്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യം തന്നെയാണോ ഇൻസുലിൻ എടുക്കുന്നത്? അല്ല, തൊട്ടടുത്തുള്ള ആശാ വർക്കറുണ്ട്. തന്നെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ശരിക്കും ഞങ്ങളെപ്പോഴും പറയുന്നത്, നമ്മൾ വേറൊരാളിനെ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് ടൈം കീപ്പ് ചെയ്യാൻ ചിലപ്പോൾ കൃത്യസമയത്ത് എടുക്കാൻ പറ്റില്ല. ഇൻസുലിൻ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഒട്ടും ഡീപ്പായിട്ട് പോകുന്നതല്ല, എല്ലാവർക്കും സെൽഫായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ വേറൊരാളിനെ കാത്തിരിക്കും. നിങ്ങൾക്ക് സൗകര്യമായിട്ട് അടുത്ത ആളുണ്ടെങ്കിൽ അതിലെടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ തന്നെ എടുക്കാൻ പറയുന്നതിൻ്റെ റീസൺ ഇതാണ്. 6 മണിക്ക് എടുക്കാനുള്ള ഇൻസുലിൻ എടുക്കാൻ വരുന്ന ആൾ 8 മണിക്ക് വന്നാൽ അത് 8 മണിയായിപ്പോൾ. അപ്പം അങ്ങനെ വരാൻ പാടില്ല. കൃത്യസമയത്ത് എടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ കൃത്യസമയത്ത് നമ്മൾ എടുക്കുകയും കൃത്യസമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കി നല്ല സ്ട്രിക്റ്റ് കൺട്രോളിൽ പോയാൽ സാധാരണ കുഞ്ഞിന് കുഴപ്പമൊന്നും വരാറില്ല. സാധാരണഗതിയിൽ എന്തായാലും നിങ്ങളിപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെല്ലാം ഇതിനുള്ള സംവിധാനമുണ്ട്. ഗവൺമെൻറ് കാണിക്കുന്നില്ല, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് അവർ പറയുന്നതനുസരിച്ച് കൃത്യമായിട്ട്, പലരും ചെയ്യുന്ന എന്തെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ കൃത്യമായിട്ടത് നോക്കാതിരിക്കുകയും ഇടയ്ക്കിടയ്ക്ക് ഇത് നിയന്ത്രണ വിധേയമല്ലാതെ പോയാലും കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിൽ കുഞ്ഞിന് മാത്രമല്ല, കുഞ്ഞ് കിടക്കുന്ന ഫ്ലൂയിഡിൻ്റെ അളവ് ഒരുപാട് കൂടാൻ സാധ്യതയുണ്ട്. കുഞ്ഞിന് അമിത വലിപ്പം വരാൻ സാധ്യതയുണ്ട്. പ്രസവ സമയത്ത് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ പിന്നുള്ളത് ലേറ്റ് ആകുമ്പോൾ, നമ്മൾ പ്രസവിക്കാറായി വരുമ്പോൾ എപ്പോഴും കുഞ്ഞിൻ്റെ അനക്കം നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഷുഗർ ഇടയ്ക്ക് കൂടിപ്പോയാൽ കുഞ്ഞിൻ്റെ അനക്കത്തെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. കുഞ്ഞിൻ്റെ അനക്കത്തിൽ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചു പോയാൽ ഡയബറ്റീസ്, ഇപ്പം ഗർഭത്തിൽ തന്നെ വന്ന ഒരു ഡയബറ്റീസ് ആണെങ്കിൽ മിക്കവാറും നിങ്ങളുടെ പ്രസവം കഴിയുമ്പോൾ ഡയബറ്റീസ് തനിയെ കുറയും. പിന്നെ നിങ്ങൾ ഭാവിയിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കോണം. ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ, ഗർഭകാലത്ത് വരുന്ന ഒരാളിന് ഡയബറ്റീസ് ഉണ്ടായാൽ ആളിന് ഭാവിയിലും ഡയബറ്റീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഒരു ഗർഭം പോലെ തന്നെ നിങ്ങൾക്ക് സേഫായിട്ട് കൊണ്ടുപോകാൻ പറ്റും. കുറച്ച് കൂടുതൽ ശ്രദ്ധ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഡോക്ടർ, ഈ ഗർഭകാല ആശങ്കകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമുക്ക് വന്നത്, ഇപ്പൊ ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ആശങ്ക. ഡോക്ടർ, ഇതുപോലെ തന്നെ ഈ BP, തൈറോയിഡ് സമാനമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആശങ്കകൾ എത്രത്തോളമാണ്? തൈറോയിഡ് നമ്മൾ ഈ പറയുന്ന പോലെ ഒരുപാട് പേർക്കുണ്ട്. ഇപ്പം തൈറോയിഡ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തൈറോയിഡിൽ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, പലരും തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ചിട്ട് ഗർഭിണി എന്നറിയുമ്പോൾ ഉടനെ അതിനെ അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കളയും. ഇപ്പോൾ ഈ ഡയബറ്റീസിൻ്റെത് പറയുമ്പോഴും അതുപോലെയാണ്. നേരത്തെ ഡയബറ്റിക് ആൾക്കാർ ഗർഭിണിയായാൽ അവർ ഉടനെ അതങ്ങ് അയ്യോ ഇത് ഗർഭത്തിൽ പാടില്ലല്ലോ എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റുന്ന ഒരു സാധനമല്ല ഇൻസുലിൻ. അതുപോലെ തന്നെയാണ് തൈറോയിഡിൻ്റെ മരുന്ന്. ഗർഭകാലം മുഴുവനും തൈറോയിഡിൻ്റെ മരുന്ന് തുടരണം എന്നുള്ളതാണ് തൈറോയിഡിൻ്റെ മരുന്നിലുള്ളത്. BP എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഡോക്ടേഴ്സിനൊക്കെ തോന്നിയിട്ടുള്ളത് ഡയബറ്റീസിനേക്കാളും ഇപ്പോൾ തൈറോയിഡ് വലിയ പ്രോബ്ലം നമ്മൾ മരുന്ന് കഴിച്ചാൽ വരത്തില്ല, ഡയബറ്റീസ് അതുപോലെ കൺട്രോൾ ചെയ്താൽ വരത്തില്ല. പക്ഷേ ഈ BP എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ കൺട്രോൾ ചെയ്താലും പലപ്പോഴും കൺട്രോൾഡ് ആവില്ല എന്നുള്ളത്. അതാണ് BPയുടെ ഒരു പ്രശ്നം. അത് മാത്രമല്ല, കോംപ്ലിക്കേഷൻസ് അമ്മയ്ക്കും കുഞ്ഞിനും വളരെ കൂടുതലാണ്. പിന്നെ ഈ BP എന്നുള്ളത്, ഇപ്പോൾ ഡയബറ്റീസ് ഇവർ നേരത്തെ വന്നു എന്ന് പറയുന്നു. ഡയബറ്റീസും ലേറ്റായിട്ട് വരുന്ന ഡയബറ്റീസ് ഉണ്ട്, പക്ഷെ അതൊക്കെ മൈൽഡായിരിക്കും. പക്ഷേ BP അങ്ങനെയല്ല. ലേറ്റായിട്ട് വരുന്ന BP ആണെങ്കിൽ പോലും അത് പെട്ടെന്ന് BP കൂടുന്നതിനും അമ്മയ്ക്ക് വെട്ടൽ പോലെ വരുന്നതിനും കുഞ്ഞിൻ്റെ അനക്കത്തെ ബാധിക്കുന്നതിനും കുഞ്ഞിൻ്റെ മറുപിള്ള എന്ന് പറയുന്ന സാധനം ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നതിനും കുഞ്ഞിനെ നഷ്ടപ്പെടുന്നതിനും ഒക്കെ ഉള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. BP കൂടുതലാണ്. BPയുടെ എന്ന് പറഞ്ഞാൽ BP കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ ഒരു
ജീവിക്കുമെന്നുള്ള ഒരു സാഹചര്യം എത്തിക്കഴിയുമ്പോൾ എന്നെ പുറത്താക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ അമ്മയുടെ ബി പി അല്ല മരുന്നിലോ നമ്മുടെ ബാക്കി കാര്യങ്ങളിലൊക്കെ നിയന്ത്രിക്കാൻ വളരെ എല്ലാവരും ഞങ്ങൾ ഡോക്ടേഴ്സ് എല്ലാവരും വളരെ പേടിക്കുന്ന ഒന്നാണ് ബി പി എന്ന് പറയുന്നത്. അത് വളരെ പെട്ടെന്ന് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മുടെ കൈവിട്ട് പോകുന്ന രീതിയിൽ അത്ര കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മെറ്റേണൽ മോർട്ടാലിറ്റിയൊക്കെ നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ മദറിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതൊക്കെ നോക്കുമ്പോൾ ഡയബറ്റീസിനേക്കാളും ഒക്കെ ഒരുപാട് മേളിലാണ് ഈ ബി പി എന്നുള്ളത്. അപ്പോൾ ബി പി വളരെ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അത് എല്ലാ സിസ്റ്റത്തിനെയും ശരീരത്തിലെ ഫുൾ സിസ്റ്റത്തിനെയും ബാധിച്ചിട്ട് പല പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ സാധ്യത. ഓക്കെ ഡോക്ടർ, നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഗർഭകാലത്തെ ഗർഭിണിയുടെ ആശങ്കകളെ കുറിച്ചാണ്. ഇപ്പോൾ ഗർഭിണി എന്ന് പറയുന്ന ഒരാളെ ചുറ്റിയിട്ട് ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഹസ്ബൻഡ് കാണും, അവരുടെ ഫാമിലി കാണും, ഹസ്ബൻഡിൻ്റെ ഫാമിലി കാണും, അല്ലേ? അപ്പോൾ ഒരു ഗർഭിണി വീട്ടിലുണ്ടെങ്കിൽ ഗർഭിണിയെ പോലെ തന്നെ ഏതാണ്ട് ചുറ്റുമുള്ള എല്ലാവർക്കും പല വേരിയേഷനിൽ ആശങ്കകളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഫാമിലിയുടെ ആശങ്കകൾ, അവരുടെ ഒരു ഫാമിലി സപ്പോർട്ട് സിസ്റ്റം അതിന് എത്രത്തോളം ഈ ആശങ്കകളെ ക്ലിയർ ചെയ്യാൻ സാധിക്കും, അതിനെക്കുറിച്ചൊന്ന് പറയാം. ഇപ്പോൾ ഗർഭിണി ഉണ്ടായല്ലേ അവരുടെ ഭർത്താവിനും വീട്ടുകാർക്കും ഗർഭിണിയുടെ ആശങ്ക കൂട്ടാനും പറ്റും കുറയ്ക്കാനും പറ്റും. അപ്പോൾ ആരെങ്കിലും ആശങ്ക കൂട്ടുന്നുണ്ടെങ്കിൽ അവർ ഈ ഗർഭിണിയോട് സ്നേഹമില്ലാത്ത ആളെന്നേ ഞാൻ പറയുള്ളൂ. റീസൺ എന്തെന്ന് പറഞ്ഞാൽ ഗർഭകാലത്ത് വളരെ സപ്പോർട്ട് വേണ്ട ഒരു സമയമാണ്. ഇപ്പോൾ പലരും കണ്ടിട്ടുണ്ട് ആദ്യ മാസങ്ങളിലുള്ള ഛർദിൽ തന്നെ എടുക്കും. സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ ഛർദിലില്ല, ഭർത്താവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഭയങ്കര ഛർദിൽ. എൻ്റെ അർത്ഥം എന്താണ്? എന്തോ ഒരു കെയർ എവിടെയോ ഒരു മിസ്സിങ് ആണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പം ഒരുപാട് ചർച്ച ചെയ്യുന്നതാണ് ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരെ പറ്റിയൊക്കെ. ഭർത്താക്കന്മാർ ആൽക്കഹോളിക്ക്, ലഹരി ഉപയോഗിക്കുന്നവർ, ഇതൊക്കെ ആണെങ്കിൽ സ്ത്രീക്ക് ഭയങ്കര മെൻ്റൽ സ്ട്രെസ്സാണ്. അപ്പോൾ അവരുടെ എല്ലാ ആശങ്കയും കൂടും. ഇപ്പോൾ ഇനി ഇതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് കുഴപ്പം വരുമോ, അങ്ങനെയൊക്കെ ഉള്ള ഇത്. പിന്നെ വീട്ടിലുള്ള ആൾക്കാരിൽ നമ്മൾ മെയിൻലി കണ്ടിരിക്കുന്നത് വീട്ടു ജോലി. പലരുടെയും ഒരു ധാരണ എന്ന് പറഞ്ഞാൽ എല്ലാ ജോലിയും ഗർഭിണി ചെയ്താലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. ജോലി ഒന്നും ചെയ്യാതിരിക്കണമെന്ന് വിചാരിക്കുക, ഫുൾ റെസ്റ്റ് വേണമെന്ന് ചിന്തിക്കുന്ന വീട്ടുകാരുണ്ട്. ഇന്ന സാധനങ്ങൾ തിന്നൂടാന്ന് വിചാരിക്കുന്ന വീട്ടുകാരുണ്ട്. അപ്പോൾ ഇതിനകത്തെല്ലാം സ്ത്രീയുടെ മേലൊരു റെസ്ട്രിക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പകൽ എപ്പോഴും കിടന്നുറങ്ങി എങ്ങനെ കൊച്ചു വളരും, അല്ലെങ്കിൽ കൊച്ച് പരുത്ത് കയറും, ഇങ്ങനെയൊക്കെ പറയുന്ന പലരും ഉണ്ട്. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നേരത്തെ പറഞ്ഞ ഒരു വാചകം തന്നെയാണ്, പണ്ടേ ദുർബല പിന്നെയും ഗർഭിണി. ഒരു ദൗർബല്യത്തിൻ്റെ സമയം തന്നെയാണ് ഗർഭകാലം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ്, കുറച്ച് റെസ്റ്റ് കൂടുതൽ വേണം, കുറച്ച് ഉറക്കം കൂടുതൽ വേണം. ഇപ്പോൾ പകലൊരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യണമെന്നാണ്, രാത്രി 8 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നാണ്. ഇതെന്താ എപ്പോഴും കിടന്നുറങ്ങുന്നതിന് അവർക്കൊരു ക്ഷീണമുണ്ട് തന്നെ. പക്ഷെ അത് തന്നെ സ്വയമായിട്ട് ഗർഭത്തിനെ മുതലാക്കുന്ന സ്ത്രീകളും ഉണ്ട്, അത് വേറൊരു വശം. എന്നാലും നമ്മളെപ്പോഴും ഗർഭിണിയുടെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഭർത്താക്കന്മാരുടെ ആയാലും വീട്ടുകാരുടെ ആയാലും ബന്ധുക്കളുടെ ആയാലും ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും കയ്യിൽ നിന്നുള്ള ഒരു മെൻ്റൽ സപ്പോർട്ടാണ് ഈ സമയത്ത് ഗർഭിണിക്ക് വേണ്ടത്. അപ്പോൾ അത് വേണം തന്നെയാണ്, അത് കൊടുക്കുകയും വേണം. അപ്പം ആ രീതിയിൽ പോയാൽ മാത്രമേ അവരുടെ ആശങ്കകൾ കുറയുള്ളൂ. അല്ലെങ്കിൽ ഇവരുടെ എല്ലാം ബിഹേവിയറും ഉണ്ട് നമ്മുടെ ആശങ്ക കൂട്ടിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ പറയാം. നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു ചെക്കപ്പിന് പോയി വരുമ്പോൾ നമ്മുടെ പരിചയത്തിലുള്ള ഒരു ബന്ധു, എടീ നിനക്ക് 7 മാസമായിട്ട് ഇപ്പോഴും നിന്നെ വയറേ പുറത്ത് കാണുന്നില്ലല്ലോ. ഉടനെ ഗർഭിണിക്ക് ടെൻഷൻ തുടങ്ങും, എൻ്റെ കുഞ്ഞിന് വെയിറ്റ് ഇല്ലേ എന്ന് പറയും. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ഗർഭിണിയോട് വിളമ്പാതിരിക്കും. നമ്മൾ ആവശ്യമില്ലാത്ത സംശയങ്ങൾ അവരുടെ മനസ്സിൽ ഉളവാക്കാതിരിക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ പോയാൽ മാത്രമേ പിന്നെ ഈ നമ്മളിപ്പോൾ അനക്കം ശ്രദ്ധിക്കാൻ പറയും ഞങ്ങളൊക്കെ 7 മാസം കഴിയുമ്പോൾ. പിന്നെ ഫുൾ ടൈം വീട്ടുകാരെല്ലാം അനക്കം. അപ്പോൾ ഗർഭിണിക്കൊരു സംശയം, അത്ര അനങ്ങുന്നില്ല, ഇന്നലത്തെ അത്ര ഇന്ന് അനങ്ങണില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഇൻവോൾവ്മെൻറ്റ് ഗർഭിണിയുടെ കാര്യത്തിൽ ചെലുത്താതിരിക്കുക എന്നുള്ളതാണ്. ഇതൊരു നോർമൽ ഫിനോമിനനാണ്. ഇത് നോർമലായിട്ട് അങ്ങ് പോവും. ഗർഭിണിയായി കഴിഞ്ഞാൽ നല്ലൊരു കൊച്ചിനെ നമുക്ക് കിട്ടും. ആ രീതിയിൽ പോവുക, അവർക്ക് വേണ്ടുന്ന ശാരീരികവും മാനസികവുമായ സപ്പോർട്ട് കൊടുക്കുക. ഇപ്പോൾ വീട്ടിൽ കുറേ ജോലി ചെയ്യാനുണ്ടെന്ന് വിചാരിക്കുക, ഗർഭിണിയെ വിട്ട് അത് കഴിയുന്നതും കുറച്ച് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഗർഭ റെസ്റ്റ് എടുക്കാനുള്ള ഒരു സമയമൊന്നും നമ്മൾ പറയുന്നില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് ക്ഷീണമാണ്, ഞാൻ കുറച്ച് കിടന്നിട്ട് വരാമെന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ കിടക്കണം, നീ കുറച്ച് കഴിഞ്ഞ്, അങ്ങനെയല്ല. അവർക്ക് ക്ഷീണം തോന്നിയാൽ അപ്പോൾ ഒന്ന് കിടക്കാൻ അനുവദിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഭർത്താക്കന്മാരുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ സ്വഭാവത്തിലൊക്കെ കുറച്ച് മാറ്റം വരുത്തണം. ഇപ്പോൾ പുകവലിക്കുന്ന ഭർത്താവ് സ്ത്രീയുടെ അടുത്ത് വന്നിരുന്ന് പുകവലിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിന് വളർച്ചക്കുറവ് വരാൻ സാധ്യതയുണ്ട്.
ലഹരി ഉപയോഗിക്കുന്നവർ ആ ലഹരി കൊണ്ട് ഭർത്താവിൻ്റെ ആ സ്വഭാവത്തിൽ ഇനി എനിക്കൊരു കൊച്ചുണ്ടായാൽ ഞാൻ അതിനെ എങ്ങനെ വളർത്തും, ഈ എൻ്റെ ഭർത്താവ് ഇങ്ങനെയുള്ള വലിയ ആശങ്കകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആശങ്കകൾ ഗർഭിണിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കാതെ എല്ലാവരും നോക്കണമെന്നുള്ളതാണ്. ഡോക്ടർ, ഈ ഗർഭകാലത്ത് ഉണ്ടാകുന്ന ചെറിയ ചെറിയ അസുഖങ്ങൾ, ഇപ്പോൾ ഒരു ജലദോഷം ഉണ്ടായി കഴിഞ്ഞാൽ പോലും എനിക്ക് തോന്നുന്നു അത് തന്നെ ഒരു വലിയ സ്ട്രെസ്. കാരണം എനിക്ക് മരുന്ന് കഴിക്കാമോ, മരുന്ന് കഴിച്ചാൽ കുഞ്ഞിന് എന്തോ ഒരു ആൻറ്റിബയോട്ടിക്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ ഡോക്ടർ? എങ്ങനെയാണ് ഇത്തരം ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ അതിനെ ഡീൽ ചെയ്യേണ്ടത്, ഒരു സ്ട്രെസ് ഇല്ലാതെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നൊന്ന് പറയാം. നേരത്തെ അസുഖമുള്ള ഒരു സ്ത്രീ ഗർഭിണിയായാലും ഗർഭകാലത്ത് നമുക്ക് പുതിയൊരു അസുഖം വന്നാൽ എല്ലാത്തിനും കുറച്ച് പ്രശ്നങ്ങളുണ്ട് തന്നെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ നമ്മുടെ സയൻസിൻ്റെ വളർച്ച അനുസരിച്ച് എന്ത് രോഗം ഉണ്ടെങ്കിലും ഗർഭിണിയായാൽ അതിനുള്ള ആ രീതിയിലുള്ള പരിചരണത്തിനുള്ള സാധ്യത നമുക്കിന്ന് ഹെൽത്ത് സെറ്റപ്പിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ തന്നെ ഹാർട്ടിന് അസുഖമുള്ള സ്ത്രീകൾ, നേരത്തെ ചുഴലി അസുഖമുള്ള സ്ത്രീകൾ, നേരത്തെ എന്തിനെങ്കിലുമൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മാനസികാരോഗ്യം പ്രശ്നമുള്ള കുട്ടികൾ, അപ്പോൾ അവർക്കെല്ലാം തന്നെ ഇപ്പോൾ ഗർഭിണിയാവാൻ പറ്റും. ഗർഭകാലം നല്ലതായിട്ട് കൊണ്ടുപോകാനും പറ്റും എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. പണ്ട് ചില കാര്യങ്ങളിൽ പറയും ഇനി ഗർഭിണിയാവാൻ പാടില്ല. ഇപ്പം അങ്ങനെ പറയുന്ന കണ്ടീഷൻസ് വളരെ കുറവാണ്, തീരെ കുറവെന്ന് തന്നെ പറയും. അപ്പോൾ അതിൻ്റെ പക്ഷേ ഇതിനെല്ലാം ഉള്ള ഒരു കാര്യം അത് നിയന്ത്രിച്ച് വയ്ക്കണം. നേരത്തെ ഉള്ള അസുഖം നിയന്ത്രിച്ച് വെച്ചിട്ട് ഗർഭിണിയാവണം. ഗർഭകാലത്ത് കഴിക്കാനുള്ള സേഫായിട്ടുള്ള മരുന്നുകളിലോട്ട് മാറണമെന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് തന്നെ അങ്ങോട്ട് കഴിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല, പലതും അത് കുഞ്ഞിന് കേടായിട്ട്. പിന്നെ നമ്മുടെ ഗർഭകാലത്തുണ്ടാകുന്ന അസുഖങ്ങൾ, ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഗർഭിണികളെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല, നമ്മുടെ പണ്ടത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് പുറത്തെങ്ങും പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഏതെങ്കിലും ഗർഭിണിയുണ്ടോ വീട്ടിൽ ഇരിക്കുന്നത്? പലരും വർക്കിംഗ് ആയിരിക്കും. വർക്കിംഗ് അല്ലെങ്കിൽ പോലും അവരുടെ യാത്രകളോ ഒന്നും ആരും റെസ്ട്രിക്റ്റ് ചെയ്യാറില്ല. പക്ഷെ അതിനകത്ത് ഒരു പ്രശ്നമുണ്ടെന്ന് പറയുന്നത്, ഞങ്ങളെപ്പോഴും പറയുന്നത് ഈ വലിയ ക്രൗഡുകളിലൊക്കെ പോവാതിരിക്കും. നമ്മൾ കോവിഡ് ടൈമിൽ നമ്മൾ പറഞ്ഞ പുറത്തിറങ്ങായ ആ അസുഖം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ എയറിൽ കൂടെയും വെള്ളത്തിൽ കൂടെയൊക്കെ വരുന്ന അസുഖങ്ങൾ ഗർഭിണികൾക്ക് പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. റീസൺ എന്ന് പറഞ്ഞാൽ ഒന്ന് അവരുടെ പ്രതിരോധ ശേഷി കുറവാണ്, രണ്ട് അവരുടെ ശരീരഘടനയിൽ വരുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ നമ്മൾ ഒരു അസുഖം പിടിപെട്ടാൽ എപ്പോഴും നമ്മൾ ഏറ്റവും കഷ്ടമായിട്ട് തോന്നിയിട്ടുള്ള ഒരു അസുഖമാണ് ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത്. ചില സീസണിൽ ഇപ്പോഴും ഏതൊക്കെ സ്ഥലങ്ങളിൽ കോളേജൊക്കെ അടച്ചൊക്കെ നമ്മൾ പേപ്പറിൽ കണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ചിക്കൻ ബോക്സ് നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഈ ചിക്കൻ ബോക്സിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ബെഡ് റിഡൺ അല്ല അത് വരുന്ന ആൾ. ആദ്യത്തെ എൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ ആർക്കും വീട്ടിൽ ഇരിക്കാനൊന്നും തോന്നൂല, അത്രയ്ക്കൊരു പ്രശ്നം കാണത്തില്ല, പനിയൊന്നും കാണത്തില്ല ചിലപ്പോൾ. ആ സമയത്താണ് ഏറ്റവും സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സമൂഹത്തിൽ ഇങ്ങനെ മിങ്കിൾ ചെയ്തിപ്പോൾ ഒരു മേള ഉണ്ടായിരുന്നെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഉത്സവം ഉണ്ടെന്ന് വിചാരിച്ചു, ഇപ്പോൾ അമ്പലത്തിൽ ഉത്സവം അല്ലെങ്കിൽ പള്ളിയിലൊരു പെരുന്നാളുണ്ട്. അപ്പം നമ്മൾ ആ ക്രൗഡിൽ ചെല്ലുമ്പോൾ അതിലൊരാളിനുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. പക്ഷേ ഭയങ്കര കഷ്ടമാണ്. ആ 2 ആഴ്ച നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ സഫർ ചെയ്യും, അത് മനസ്സിലായി. പിന്നെ അത് വന്നു കഴിഞ്ഞാൽ എന്താണ്, ഇനി എൻ്റെ കുഞ്ഞിന് കുഴപ്പം വരുമോ, അങ്ങനെയുള്ള പല ഇപ്പോൾ പ്രസവം എടുത്തിരിക്കുന്ന സ്ത്രീകൾക്കാണെങ്കിൽ വളരെ പ്രശ്നമാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ വേറെ ഗർഭിണികളും കാണത്തില്ല, ഇവരിന്ന് അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ കുറച്ചൊരു റെസ്ട്രിക്ഷൻ തന്നെയാണ് എപ്പോഴും നല്ലത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ കോവിഡ് വന്നിട്ട് എപ്പോഴും നമ്മൾ പറയുന്നത്, ഒരു ഗർഭിണി ഒരു മാസ്ക് ധരിച്ചാൽ കുറേ അസുഖങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഈ ഇൻഫ്ലുവൻസ പോലുള്ള എയർബോൺ എല്ലാം നമുക്ക് മാസ്ക് ധരിച്ച് ഒഴിവാക്കാം. അതുപോലെ ഇപ്പോൾ കൺജങ്ക്റ്റിവൈറ്റിസ് അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ഈ സാനിറ്റൈസർ കയ്യിൽ ഉപയോഗിച്ചാൽ തന്നെ എപ്പോഴും അത് ടച്ചിൽ വരുന്നത്, കോണ്ടാക്റ്റിൽ വരുന്നത് നമുക്കത് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കഴിയണം വരാൻ നോക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ മരുന്നിൻ്റെ കാര്യം, എല്ലാ മരുന്നും ഗർഭത്തിൽ കൊടുക്കാൻ സേഫ് അല്ല. നമ്മൾ സാധാരണ കൊടുക്കുന്ന ഡോസിൽ ചിലപ്പോൾ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് പിന്നെയും പ്രശ്നമാണ്, അപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏത് മരുന്ന് കൊടുക്കണം, കുഞ്ഞിനത് സേഫാണോ? അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് ജീവനാണ് നമ്മുടെ ഒരു മെഡിക്കൽ സയൻസിൽ ഒരിക്കലും 2 ജീവൻ ഒന്നിച്ചിങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യാറില്ല. ഗർഭകാലം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ തന്നെയാണ്. നമ്മൾ 2 ജീവനെയാണ് അവിടെ നോക്കുന്നത്, രണ്ടും ഈക്വലി ഇമ്പോർട്ടൻറ്റുമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ജീവനൊരു കുഴപ്പം പറ്റിയാൽ മറ്റേത് ഓട്ടോമാറ്റിക്കലി പ്രശ്നത്തില്ല. അപ്പം നമ്മളത് വരാതെ തന്നെ നോക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നിയന്ത്രണങ്ങൾ പാലിക്കുക. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബേസിക്കായിട്ട് ഈ പറഞ്ഞ പോലെ മാസ്ക് ധരിക്കുക,
നമ്മൾ ശുചിത്വം പാലിക്കുക, ഇപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കുക. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റും. ഡോക്ടർ, ഈ ഗർഭിണി പുറത്തു പോയി വരുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പം മാസ്ക്, സാനിറ്റൈസർ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ കോവിഡിന് ശേഷം കുറച്ച് സ്ത്രീകളെങ്കിലും ഗർഭിണികൾ ഡോക്ടേഴ്സ് പോലും പറയാതെ ഇതൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട്. പക്ഷെ എപ്പോഴും ഇവരുമായിട്ട് ഇമ്മീഡിയറ്റ് കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ആളുകൾ, ഇപ്പൊ ഭർത്താവ് ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇൻലോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയി ജോലി ചെയ്ത്, അവരുടെയൊക്കെ ഒരു പക്ഷേ ഇതുപോലെ വർക്ക് ചെയ്ത് വരുന്ന സർക്കിളിൽ നിന്ന് വരുന്ന അസുഖങ്ങളാണ് ഗർഭിണികളെ പിന്നെ ബാധിക്കുന്നത്. അപ്പൊ അതുണ്ടാക്കുന്ന ആശങ്കയെക്കുറിച്ച് എനിക്കൊന്ന് ചോദിക്കണം ഡോക്ടർ. ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് പ്രീതി എന്നാണ്. എവിടുന്ന് വിളിക്കുന്നു പ്രീതി? തൈക്കാട്. ഓക്കെ പ്രീതി, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഗർഭകാല ആശങ്കകളാണ്. ഡോക്ടറിന്റെ സംസാരിക്കാം. പറയൂ. ഡോക്ടർ കേൾക്കാലോ? കേൾക്കാം, പറഞ്ഞോളൂ, പറയാം, പറയൂ. ഓക്കെ ഡോക്ടർ, ഞാൻ 7 months ആണ് ഇപ്പം. അപ്പം എനിക്ക് സാധാരണ എൻ്റെ സെക്കൻഡ് ഡെലിവറി ആണ്. സോ ഫസ്റ്റ് ഡെലിവറിയിൽ എനിക്ക് ഫസ്റ്റ് 3 months ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വോമിറ്റിംഗ് ഒക്കെ സബ്സൈഡ് ആയിരുന്നു. പക്ഷെ എനിക്കിപ്പം ഈ 7th month ഇപ്പോഴും എനിക്ക് വോമിറ്റിംഗ് ഉണ്ട്. ആൻഡ് ഗ്യാസ്ട്രിക് റിഫ്ലെക്സ്, ഈ അസിഡിറ്റിയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ടായിരിക്കും കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വോമിറ്റിങ്ങും കാര്യങ്ങളും വരുന്നു. ഡോക്ടറിനെ ഒക്കെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരു കുറവ് വരുന്നില്ല. അപ്പൊ ഇതിനെന്തെങ്കിലും ഈ ഒരു ടോപ്പിക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ ചോദിക്കാമെന്ന് വിചാരിച്ചു. മൂത്ത കുട്ടിക്ക് എത്ര വയസ്സായി? 6 വയസ്സ്. 6 വയസ്സായല്ലേ? ഗർഭകാലത്തെ ഛർദ്ദിൽ ഇയാൾ പറഞ്ഞതുപോലെ തന്നെ ഒരു 3 months ഒക്കെ ആകുമ്പം കുറയുന്നതാണ്. പിന്നെ ഫസ്റ്റ് പ്രഗ്നൻസി, സെക്കൻഡ് പ്രഗ്നൻസി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയണം, ഫസ്റ്റ് പ്രഗ്നൻസിയിൽ നമുക്ക് കിട്ടുന്ന അത്രയോ നമുക്കൊരു റെസ്റ്റോ ഇതൊന്നും സെക്കൻഡ് പ്രഗ്നൻസി കുറവാണ്. എന്ന് പറഞ്ഞാൽ മൂത്ത കുട്ടിയെ കൂടെ നമ്മൾ നോക്കണം. അപ്പം മൂത്ത കുട്ടിയെ ഇയാൾ തന്നെയാണോ നോക്കുന്നത്? അപ്പൊ നമുക്ക് കുറച്ചും കൂടെ അത്ര നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മളെ ഫുഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും. പിന്നെ ഉറക്കം നല്ലോണം വേണം. ഉറക്കം കുറഞ്ഞാൽ ഛർദ്ദിൽ മാറാൻ നിൽക്കാം. പിന്നെ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ, അയൺ കാൽസ്യം മരുന്നുകളൊക്കെ നമ്മൾ വെറും വയറ്റിലൊന്നും കഴിക്കാൻ പാടില്ല. കുറച്ച് റെസ്റ്റായിട്ട് തന്നെ നമ്മൾ കഴിക്കണം. എന്ന് പറഞ്ഞാൽ ഫുഡ് ഇപ്പോൾ ഉറങ്ങാൻ നേരത്തെ അയ്യോ ഞാനിന്ന് മരുന്ന് കഴിക്കാൻ മറന്നു എന്ന് പറഞ്ഞ് ഓടിപ്പോയി എല്ലാം കൂടെ എടുത്ത് തിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഛർദ്ദിൽ വരാം. നമ്മൾ എപ്പോഴും ഛർദ്ദിൽ മാറാൻ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ ചെക്കപ്പിന് പോകുമ്പോൾ ഡോക്ടറോടൊന്ന് പറയണം. മാറാത്ത ഛർദ്ദിലിന് വേറെ 1-2 കാര്യങ്ങളുണ്ട്. മഞ്ഞപ്പിത്തം പോലെ, നമ്മൾ അറിയാതെ മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങൾ. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസ്ട്രൈറ്റിസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നവരുണ്ട്. അപ്പം കുറച്ചൊക്കെ നമ്മുടെ ഫുഡിൽ നോക്കുക. ഏതെങ്കിലും പ്രത്യേക ഫുഡ് കഴിക്കുമ്പോഴാണോ നമുക്ക് ഈ ഛർദ്ദിൽ വരുന്നത്, നമുക്കതിൽ ചെയ്യാൻ പറ്റും. ഛർദ്ദിലുണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും വെള്ളം കുടിക്കാതിരിക്കരുത്. പിന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ അറിയാതെ പോകുന്ന അണുബാധകൾ, ഒന്ന് നമ്മുടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രത്തിലെ പഴുപ്പ്. എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ മൂത്രത്തിൽ പഴുപ്പ്? അപ്പോൾ ഗർഭകാലത്ത് അതിൻ്റെ എന്തെങ്കിലും സിംറ്റം ഉണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഛർദ്ദിൽ 1-2 വട്ടം ഒരു ദിവസം ഛർദ്ദിക്കുന്നത് ഒട്ടും ഒരു പ്രശ്നമുള്ളതല്ല. പക്ഷെ നമുക്കൊന്നും തങ്ങാതെ ഛർദ്ദിക്കുന്നെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. 1-2 വട്ടമൊക്കെ ഛർദ്ദിൽ എല്ലാ ഗർഭിണികൾക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട്. അത് മാറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഇതുപോലെ നമ്മൾ അറിയാതെ പോകുന്ന അസുഖങ്ങളുണ്ടോ എന്നും കൂടെ ശ്രദ്ധിച്ചാൽ മതി. താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, നമ്മൾ കോളിന് മുമ്പ് സംസാരിക്കാൻ വന്നത് കുടുംബാംഗങ്ങൾ ഒരു ഗർഭിണിയുടെ അടുത്തെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതൊന്ന് കുടുംബാംഗങ്ങൾ ഇപ്പോൾ പുറത്ത് പോയിട്ട് വരുന്നത്, അത് ഒരെണ്ണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ലഹരി ഉപയോഗിക്കുന്ന ഭർത്താവ്. അതെ അതെ. പിന്നെ നമ്മൾ എപ്പോഴും പെസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്ടിലെ മറ്റംഗങ്ങൾ, എന്തിനെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക. ഗർഭിണിക്കൊരു സ്വസ്ഥത കൊടുക്കണമെന്നുള്ളത് വീട്ടുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഉള്ളത് ഈ പറഞ്ഞതുപോലെ ക്രൗഡിലൊക്കെ അവർ പോയിട്ട് വരുമ്പോഴും അവിടെ വന്ന ഉടനെ അവർ ഡ്രസ്സൊക്കെ മാറി പുറമൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഗർഭിണിയുടെ അടുത്ത് പോകുന്നതാണ് എപ്പോഴും നല്ല. അല്ല വന്ന ഉടനെ തന്നെ സ്നേഹം കൂടിയിട്ട് കെട്ടിപ്പിടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം അവരിൽ നിന്ന് അസുഖം വരാൻ സാധ്യത. ഡോക്ടർ, ഞാൻ ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം, ഇപ്പം ഒരു ചെറിയൊരു കോൾഡ് വന്നു, ചില ആളുകൾ ഇമ്മീഡിയറ്റ്ലി തന്നെ ഒരു മെഡിസിൻ എടുക്കില്ല, ഒരു 2-3 days അത് തനിയെ പോകാനായിട്ട് അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ഗർഭിണി വീട്ടിലുണ്ടെങ്കിൽ ഗർഭിണിക്കൊരു വലിയൊരു ആശങ്കയ്ക്കുള്ള ഒരു വകയാണ് അതെന്ന് ഞാൻ വിചാരിച്ചു. കോൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, അതെല്ലാം വൈറൽ ഇൻഫെക്ഷൻസ്. അതെ,
വൈറൽ ഇൻഫെക്ഷൻസ് നമുക്ക് ഒരു മെഡിസിനും കൊടുത്ത് മാറ്റാൻ പറ്റത്തില്ല. ശരിക്കും ആദ്യത്തെ ദിവസമൊന്നും പോയി മരുന്ന് തിന്നേണ്ട കാര്യമൊന്നുമില്ല. അവിടെ കോൾഡ് വരുന്ന ആളും കൂടെ മാസ്ക് വെച്ചാൽ മതി, ഗർഭിണിയുടെ അടുത്തോട്ട് പോകാതിരുന്നാൽ മതി. പിന്നെ അവർക്ക് അസുഖം കൂടുന്നെങ്കിൽ മാത്രം ട്രീറ്റ് ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പം നമ്മൾ ആ കോണ്ടാക്റ്റ് ഗർഭിണിയായിട്ട് നമുക്കൊരു അസുഖം ഉള്ളപ്പോൾ ഗർഭിണിയുടെ അടുക്ക കോണ്ടാക്റ്റ് വരാതെ നോക്കുക. അതാണ് അതിന് ചെയ്യാനുള്ളത്. അല്ല അവർ മരുന്ന് കഴിച്ചെന്ന് പറഞ്ഞാൽ അവർക്കത് പെട്ടെന്ന് മാറണം. ഈ കോമൺ കോൾഡൊക്കെ ഒരു ഈ പറഞ്ഞ പോലെ 2-3 ദിവസത്തെ ടൈം എടുത്ത്, അത് മിക്കവാറും എല്ലാ വൈറൽ ഇൻഫെക്ഷൻസും അങ്ങനെയാണ്. ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കൊണ്ട് തന്നെയാണ് അത് കറക്റ്റഡ് ആകുന്നത്. അല്ല നമ്മുടെ മരുന്നിനൊന്നും വലിയ റോളൊന്നുമില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഡോക്ടർ, ഈ കോവിഡ് കാലത്ത് ഉള്ള സ്ത്രീകളുടെ ആശങ്കകൾ നമ്മൾ കണ്ട് അത് മാനേജ് ചെയ്ത് പോയിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിലും കോവിഡിൻ്റെ തന്നെ പല വേരിയൻസ് നമ്മൾ അറിയാതെ ഇങ്ങനെ ചുറ്റും നടക്കുന്നുണ്ടെന്ന് പലപ്പോഴും കേൾക്കുന്നുണ്ട്. അത് എത്രത്തോളമാണ് ഗർഭിണികൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നത്? ഈ കോവിഡിൻ്റെ ഈ പോസ്റ്റ് കോവിഡ് ഇഫക്ട്സ് ഒക്കെ സാധാരണ യങ്സ്റ്റേഴ്സിലല്ല കൂടുതലൊന്നും ബാധിച്ചിരിക്കുന്നത്. അതൊക്കെ നേരത്തെ എന്തെങ്കിലും കോമോർബിഡിറ്റീസ് ഉണ്ടായിരുന്നവർക്ക്, കോവിഡ് വന്നിട്ട് അതിൻ്റെ കോംപ്ലിക്കേഷനിൽ പോയവർക്ക്, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് കോവിഡിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് ഒരുപാട് വന്നുകൊണ്ട്. സാധാരണ നമ്മളൊരു ഗർഭിണി എന്ന് പറയുമ്പോൾ ചെറുപ്പമായിരിക്കും, അവർ അതർവൈസ് ഹെൽത്തി ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരിലൊന്നും നമ്മൾ ഈ കോവിഡിൻ്റെ പോസ്റ്റ് കോവിഡ് പ്രശ്നങ്ങളൊന്നും വലിയതായിട്ടൊന്നും കാണാറില്ല. ഇപ്പോൾ ഗർഭകാലത്തിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്ത് കണ്ടാലും നമ്മൾ ആദ്യം അതിനെ കോസ് കാണുന്നത് ഗർഭം തന്നെ ആണ്. ഇപ്പോൾ ഒരു കൈവേദന, കാലുവേദന, അല്ലെങ്കിൽ ശരീരവേദന പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗർഭത്തിലുള്ള കുറച്ച് അസ്വസ്ഥതകളാണെന്നുള്ള രീതിയിലാണ് നമ്മളെപ്പോഴും എടുക്കുന്നത്. അങ്ങനെ എടുത്താൽ പോലും റിപ്പീറ്റഡ് ആയിട്ട് അത് മാറാതെയൊക്കെ നിൽക്കുവാണെങ്കിൽ നമ്മൾ കൂടുതൽ ടെസ്റ്റിലേക്ക് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഡോക്ടർ, ഈ ഗർഭകാലത്തെ ഒരു മാനസിക ആരോഗ്യം, അത് ചില നമ്മളെ വിഷയം തന്നെ ആശങ്കയുണ്ടാക്കുന്ന വിഷയങ്ങളാണ്. ചില സ്ത്രീകൾ സ്വതവേ കുറച്ച് ആശങ്കയുള്ള ആൾക്കാർ ആയിരിക്കാം. ഇപ്പോൾ ടെൻഷനോ സ്ട്രെസ്സോ അല്ലെങ്കിൽ ആങ്സൈറ്റി ഡിസോർഡർ പോലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടങ്ങളിലൊക്കെ കടന്നു പോയിട്ടുള്ളവർ. അപ്പം അങ്ങനെയുള്ളവരുടെ ഒരു ഗർഭകാല ആശങ്കകളുടെ ഒരു അതെ, മാനസിക പ്രശ്നമെന്ന് പറഞ്ഞ് നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ള പല സ്ത്രീകളും കല്യാണം കഴിഞ്ഞ് ഒരു നോർമൽ ലൈഫിലേക്ക് പോവുകയും ഗർഭിണിയാവുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഗർഭകാലത്ത് ചിലപ്പോൾ നേരത്തെ വന്ന ഈ പ്രശ്നങ്ങൾ വീണ്ടും കുറച്ചൊന്ന് തലപൊക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ പലപ്പോഴും ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഒരുപാട് ദേഷ്യപ്പെടുകയും അവരുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ പെരുമാറ്റത്തിലൊക്കെ മാറ്റങ്ങൾ വരികയാണെങ്കിൽ നേരത്തെ ഉള്ള എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് പലപ്പോഴും അത് ഗർഭിണിക്ക് തന്നെ അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഗർഭിണിയുടെ വീട്ടുകാർ അത് ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ ഉള്ളത് മാനസിക പ്രശ്നങ്ങളുണ്ടായാൽ തന്നെ ഈ മാനസിക രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കണമെന്നുള്ള വളരെ കുറച്ച് പേർക്കേ ആവശ്യം വരുള്ളൂ. ഒരുപാട് പേർക്ക് അത് കൗൺസിലിങ്ങിൽ തന്നെ ശരിയാവും. അവരുടെ ടെൻഷൻ എന്താണെന്ന് മനസ്സിലാക്കി അവരെ കൗൺസിൽ ചെയ്ത്, ഈ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം നമ്മുടെ സ്കാനിങ് പരിശോധന വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിശോധന. പക്ഷേ ഒരു സ്കാനിങ് പരിശോധനയ്ക്ക് ഡേറ്റ് കൊടുത്താൽ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ ഉറക്കമേ ഇല്ലാത്ത ധാരാളം സ്ത്രീകളുണ്ട്. അത് പ്രത്യേകിച്ചും വൈകല്യത്തിൻ്റെ സ്കാനിങ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം എന്തിനാണ് ഓരോ സമയത്ത് സ്കാൻ ചെയ്യുന്നത്. 5-ാം മാസത്തെ വൈകല്യത്തിൻ്റെ സ്കാൻ ചെയ്യുന്ന സമയത്ത് ആ സ്കാനിങ് അടുക്കുമ്പോഴേ ഭയങ്കര ടെൻഷനാണ്. വൈകല്യമുണ്ടോ എന്നാൽ വൈകല്യം ഉണ്ടാകുന്നത് കുറച്ച് ശതമാനം ആൾക്കാർക്കാണ്. അതെ, എല്ലാ വൈകല്യങ്ങളും കുഞ്ഞിനെ വളരെ ചെറിയ വൈകല്യങ്ങളും കുഞ്ഞിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നതുമല്ല. പക്ഷെ അങ്ങനെ അനാവശ്യമായിട്ട് നമ്മൾ ടെൻഷൻ അടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു വൈകല്യത്തിൻ്റെ സ്കാനിങ്ങിന് പോകുമ്പോൾ എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നും കാണില്ല എന്ന് ചിന്തിച്ചൂടെ? അതിന് പകരം അയ്യോ എൻ്റെ കുഞ്ഞിന് എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു നോർമൽ ആളിനെയാണ് നമ്മൾ സ്കാൻ ചെയ്യാൻ പോകുന്നത്. അവർക്കൊരു വൈകല്യം അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു യാദൃച്ഛിക ഒരു വൈകല്യം ഉണ്ടെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ സ്കാനിങ്ങിൻ്റെ ഉദ്ദേശം. അല്ലാതെ കുഞ്ഞിന് വൈകല്യം ഉണ്ട് അതുകൊണ്ടല്ല നമ്മൾ സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് എല്ലാ ടെസ്റ്റിന് പോകുമ്പോഴും ഉണ്ട്. ഓരോ ടെസ്റ്റ് ചെയ്യുമ്പോഴും അതിന് ടെൻഷൻ അടിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഡയബറ്റീസ് ഉള്ളവർ ഡയബറ്റീസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴേ അതിന് ടെൻഷൻ അടിക്കുന്നവരുണ്ട്. അപ്പോൾ എന്ത് പറ്റും? സ്ട്രെസ് കൊണ്ട് ഡയബറ്റീസ്. BP ചെക്ക് ചെയ്യാൻ പിടിക്കുമ്പോൾ തന്നെ BP ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ. അത് നമുക്കൊരിതുണ്ട്, വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞു. വെള്ളക്കോട്ടിട്ട ആളിനെ കാണുമ്പോഴേ BP കൂടും, ഷൂട്ട് ചെയ്യുന്നവരുണ്ട്. അവർ വീട്ടിൽ പോയി BP നോക്കി അവർക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഗർഭകാലത്ത് നമ്മൾ കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക. ഗർഭിണി മാത്രമല്ല വീട്ടിലുള്ളവർ അത് പോസിറ്റീവായിട്ട്. ഇപ്പോൾ നേരത്തെ ഒരു ഗർഭം അലസിപ്പോയെന്ന് വിചാരിക്കും. ഗർഭിണി ആയ മുതൽ ടെൻഷനാണ്, ഇതെന്ന് അലസിപ്പോവും.
ഒരിക്കൽ അലസിപ്പോയിരുന്ന ഒരിക്കൽ ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ പിന്നെ ആക്സിഡൻറ്റ് വരണമെന്നില്ലല്ലോ. അതെ. അപ്പോൾ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഒരിക്കൽ അലസിപ്പോയെന്ന് പറഞ്ഞാൽ അടുത്ത ഗർഭിണിയാകുമ്പോഴേ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ല. അലസിപ്പോകാൻ ചെറിയൊരു സാധ്യത കൂടുതൽ കാണുമായിരിക്കും. എന്നാലും നമുക്ക് എത്രയോ നമ്മൾ ചുറ്റുള്ളവരെ നോക്കിയാൽ മതി. അതിനകത്ത് വേറൊന്ന് സമൂഹത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഗർഭിണിക്ക് വേറൊരു ഗർഭിണിയുടെ ആ ഗർഭകാലം കണ്ട ഒരു എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളതാണ്. അതെ. പണ്ട് നമ്മൾക്ക് ന്യൂക്ലിയർ ജോയിൻറ്റ് ഫാമിലി ആയിരുന്നപ്പോൾ എന്താന്ന് പറഞ്ഞാൽ കുറേ പേര് കാണും വീട്ടിൽ. ആരെങ്കിലുമൊക്കെ ഗർഭിണിയാകുന്ന കാണും, പ്രസവിക്കുന്ന കാണും, കുഞ്ഞിനെ വളർത്തുന്ന കാണും. ഇതെല്ലാം കണ്ടിരിക്കും. ചിലപ്പോൾ അത് ഈ ഗർഭിണി തന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ആരുടെയെങ്കിലും കൂടെ നിന്നിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾക്കെല്ലാം ഒരു കണ്ടുപരിചയം എന്ന് പറയുന്നത് എപ്പോഴും കൂടിയ ഒന്ന്. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ലൈഫിലെ ഒരു ലെസൺ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കത് എളുപ്പമായിരിക്കും. പക്ഷേ ഇന്നതുണ്ടോ? അതെ. ഇന്ന് പിന്നെ അത് ന്യൂക്ലിയർ ഫാമിലിയാണ്. കല്യാണം കഴിയുമ്പോഴേ ഒറ്റയ്ക്ക് താമസിക്കുന്നു, ഗർഭകാലം ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ആശങ്കകൾ കൂടാനാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ലേറ്റ് മാരേജും. ഞാൻ അതിലേക്ക് വരാൻ തുടങ്ങുകയായിരുന്നു ഡോക്ടർ. ഈ ഇപ്പം മാരേജിന്റെ ഏജ് വളരെ ഡിലേഡ് ആയിട്ടാണ്. നമ്മൾ മുമ്പ് 25 മുമ്പ് കല്യാണം കഴിച്ചിരുന്നവർ ഇപ്പം 30-35 വയസ്സിലും ഒക്കെയാണ് കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ പ്രഗ്നൻസി പലപ്പോഴും 5-6 വർഷമൊക്കെ ഡിലേ ആയി പോവാറുണ്ട്. അപ്പൊ ഈ ലേറ്റ് പ്രഗ്നൻസി എന്ന് പറയുന്നത് ആശങ്കയ്ക്ക് ഒരു പ്രധാന കാരണങ്ങളിലൊന്നാണോ? അല്ലെങ്കിൽ ആ ലേറ്റ് പ്രഗ്നൻസി എത്രത്തോളം ആശങ്കപ്പെടേണ്ടതാണ്? പണ്ട് ഒരു വീട്ടിൽ തന്നെ ഒരു കപ്പിളിന് 7, 8, 9 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അതെ. അന്നൊക്കെ ഒരു വാക്കുണ്ടായിരുന്നു, പ്രഷ്യസ് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ 7-9 കൊച്ചുങ്ങളുള്ള ഒരു വീട്ടിൽ അത് ഒരെണ്ണം ഇടയ്ക്ക് അലസിപ്പോവും. ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടാലൊന്നും ഒരു കാര്യമില്ല എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഇന്നങ്ങനെയല്ല. ഓൾ പ്രഗ്നൻസീസ് ആർ പ്രഷ്യസ്. എല്ലാം ഭയങ്കര വിലപ്പെട്ട പ്രഗ്നൻസിയാണ്. ഇപ്പോൾ ഈ 35 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയുടെ കാര്യം പറഞ്ഞാൽ അവരുടെ അണ്ടോൽപാദന തോതൊക്കെ വളരെ കുറഞ്ഞു വരുന്ന സമയമാണ്. ഒരു പ്രഗ്നൻസി ലൂസ് ചെയ്താൽ പിന്നെ അടുത്തൊരു പ്രഗ്നൻസി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക അവിടെ വരുന്നു. അതെ. നമുക്ക് അതുപോലെ ലേറ്റായിട്ട് കല്യാണം കഴിക്കുമ്പോഴേ ഇതേ പ്രശ്നം തന്നെയാണ്. പിന്നെ ഈ ഏജ് കൂടിയവർക്ക് എൽഡർലിക്ക് വരുന്ന കോംപ്ലിക്കേഷൻസ് അതും കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ആശങ്കകൾ കൂട്ടുന്നുണ്ട്. പലതും നമ്മൾ പോസിറ്റീവാണ്, കുട്ടികൾ പഠിച്ച് സ്വന്തം കാലിൽ നിന്നിട്ടൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറയുമ്പോഴും അതിന് കുറച്ച് നെഗറ്റീവ് വശങ്ങളും ഉണ്ട്. അതിനെ പെട്ടിട്ട് ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല. ഒന്നിലും നമ്മൾ നേരത്തെ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ വരുമ്പം അതിനെ പോസിറ്റീവായിട്ട് എടുത്ത് ഇനി ഇപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അതാണ് ചെയ്യാൻ പറ്റുന്നത്. ഡോക്ടർ, ഈ ഗർഭകാലഘട്ടത്തെ ട്രൈമസ്റ്റേഴ്സ് ആയിട്ടാണല്ലോ തിരിച്ചിട്ടുള്ളത്. ഇപ്പൊ ഓരോ ട്രൈമസ്റ്ററിലും ഇപ്പം അതെ, അപ്പൊ ഞാൻ ഇപ്പൊ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ പലപ്പോഴും പറയുന്നവരുണ്ട് ഒരുപാട് ലോങ് ട്രാവല്, നല്ല കംഫർട്ടബിൾ അല്ലാത്ത ട്രാവല് പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. ഒരുപാട് ഇപ്പോൾ ജോലിക്ക് പോകുന്നെങ്കിൽ തന്നെയും ജോലിയിൽ പോയിട്ട് ഒരുപാട് സ്ട്രെസ് ഉണ്ടായാൽ പോലും അത് ദോഷമാണെന്ന്. അപ്പോൾ ഓരോ കാലഘട്ടം ഓരോ ട്രൈമസ്റ്ററിലെയും സാധാരണ ആശങ്കകളിലേക്ക് എത്തിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഇപ്പോൾ ഒരാൾ ഗർഭിണിയെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ ആ സമയത്ത് വരുന്ന ആശങ്ക എന്ന് പറയുന്നത് ഗർഭം നഷ്ടപ്പെടുമെന്നുള്ള ഒരു പേടിയാണ്. നേരത്തെ ഒരു ഗർഭം നഷ്ടപ്പെട്ടിട്ടുള്ളവരല്ലെങ്കിൽ നേരത്തെ ഒരു ട്യൂബിൽ ഗർഭം ഉണ്ടായവരാണെങ്കിൽ അപ്പോൾ അവർക്കെല്ലാം ഭയങ്കര നോർമലായിട്ടാണോ എൻ്റെ കുഞ്ഞ് വളരുന്നത്, ഇത് അലസിപ്പോവാൻ സാധ്യതയുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള ആശങ്കകൾ ആ സമയത്ത് വരാൻ സാധ്യത. എപ്പോഴും ഒരു പ്രീവിയസ് ആയിട്ട് അല്ലെങ്കിൽ നേരത്തെ അവർക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉള്ളപ്പോഴാണ് ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കൂടുതൽ ആശങ്ക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഛർദിൽ വന്നു കഴിയുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ. പിന്നെ ഉള്ളത് കുഞ്ഞിന് വൈകല്യം ഉണ്ടാവുമോ എന്നുള്ള. ഇപ്പം നേരത്തെ ഒരു വൈകല്യമുള്ള കുഞ്ഞും ഉണ്ടായിട്ടുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ അവർക്ക് അതിനുള്ള ആശങ്കകൾ കൂടുതലായിരിക്കും ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ. പിന്നെ പലരും ഇപ്പോഴത്തെ ഒരു റീസെൻ്റ് ഇത് വെച്ചിട്ട് പലപ്പോഴും നമ്മൾ കണ്ടിരിക്കുന്നത് കല്യാണം കഴിയും ഒരു പ്രഗ്നൻസി ആവും, അത് കഴിയുമ്പോഴാണ് കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ഡൈവേഴ്സ്, അപ്പം വേണ്ടാന്ന് പറയുക, പിന്നെ എൻ്റെ കൊച്ചല്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സോഷ്യൽ ഇഷ്യൂസ് അതൊരുപാടുണ്ട് കുടുംബങ്ങളിൽ.
പിന്നെ പ്രഗ്നൻസിയൊക്കെ ആയി കഴിയുമ്പോഴാണ് ഇനി നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റൂല എന്നൊരു ധാരണ. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഗർഭകാലത്ത് ആശങ്ക ഇരട്ടിയാക്കാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ നോർമൽ അല്ലാതെ വരുന്നൊരു ഡീവിയേഷൻ ഇവരുടെ ആശങ്കകൾ ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ ഇതും കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ ഛർദിലുള്ളവരൊന്നും തിന്നാൻ പറ്റുന്നില്ല, അപ്പോൾ അതിൻ്റേതായത്. പക്ഷെ ഞാനൊരു കാര്യമുള്ളത്, നമ്മൾ പണ്ടത്തെ ഒരു സംവിധാനം അല്ല ഇന്നുള്ളത്. പണ്ട് നമ്മളൊരു ട്രിപ്പ് എടുക്കാൻ ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ചിലപ്പോൾ കുറേ ട്രാവൽ ചെയ്യും. ഇപ്പം മുറ്റത്ത് മൂലയ്ക്കും മുക്കിനും എല്ലാം ഹോസ്പിറ്റലുണ്ട്. ഇപ്പം നമ്മളൊരു ദൂരെയുള്ള ഹോസ്പിറ്റലിലാണ് നമ്മൾ ചെക്കപ്പിന് പോകണമെങ്കിലും ഇപ്പം നമ്മൾ പറയും നിങ്ങൾ അടുത്ത ആശുപത്രിയിൽ പോയി ട്രിപ്പ് എടുത്താൽ മതി, അവരത്രയും ട്രാവൽ ചെയ്ത് ദൂരെ വരേണ്ട കാര്യം. ഇന്ന് ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഈ ആശങ്കകളൊക്കെ കുറയ്ക്കാനായിട്ട്. പിന്നെ അതിനകത്ത് വരുന്ന ഇതാണ് പ്രഗ്നൻസിയുടെ നമ്പർ. പ്രഗ്നൻ്റ് ആകുന്നില്ല ഇപ്പോൾ ആൾക്കാർ. ഇപ്പോൾ നമ്മളൊരു കണക്കൊക്കെ ഈയിടെ നമ്മളെല്ലാ ഹോസ്പിറ്റൽസിലും, നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ഹോസ്പിറ്റൽസിലും ഡെലിവറി കുറവാണെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാറ്റിസ്റ്റിക്സ് വന്നായിരുന്നു. കുറവ് തന്നെയാണ്, ഏകദേശം 1/3 കുറഞ്ഞു പോയിട്ടുണ്ടെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ചിന്ത മാറി, സിംഗിൾ ചൈൽഡ് നോമായി, ഒരുപാട് പേര് ഒറ്റ കുട്ടി മതി എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കല്യാണം കഴിച്ചാലും പിന്നെ കുഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞ് കുറേ നാളിരിക്കും, അത് കഴിയുമ്പം പിന്നെ വന്ധ്യതയാവും. അപ്പോൾ നമുക്കറിയാം വന്ധ്യതാ ക്ലിനിക്കുകളുടെ തന്നെ ഒരുപാട് വളർച്ച ഇപ്പം നമ്മൾ കാണുന്നുണ്ട്. വന്ധ്യതയൊന്നും പണ്ട് ഇത്രയൊന്നും കാണാറേ ഇല്ല. വല്ല മുക്കിലും മൂലയ്ക്കും വന്ധ്യത ഉണ്ടെങ്കിൽ അവരൊരു ട്രീറ്റ്മെൻറ്റിനും പോവില്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ തന്നെ കൺസീവ് ആവും. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ കാലം മാറിയതിനനുസരിച്ച് ആശങ്ക ഡെയിലി കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാനേ പറ്റും. ഡോക്ടർ, ഈ നമ്മുടെ ഇപ്പോൾ യാനയിൽ തന്നെ ഒരുപാട് ഇപ്പോൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒരുപാട് പേര് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ഗർഭകാല ആശങ്കയെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് ആ ഒരു മേഖല ടച്ച് ചെയ്യാതെ പോകാൻ പറ്റില്ല. ഈ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് വഴി ഇപ്പോൾ IVF ഒക്കെ ചെയ്ത് കുഞ്ഞിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രീംലി പ്രഷ്യസ് ബേബിയാണ്. ആ സമയത്ത് അമ്മമാരുടെ ഒരു ആശങ്ക സ്വാഭാവികമായിട്ടും കൂടാ. അമ്മമാർക്ക് മാത്രമല്ല, അച്ഛനും വീട്ടുകാർക്കും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആശങ്ക കൂടുതലായിരിക്കും അങ്ങനെ ഒരു പ്രഷ്യസ് ബേബി വരുന്നത്. അതെങ്ങനെയാണ് സാധാരണയായിട്ട് കണ്ടുവരുന്ന ആ IVF ബേബീസിനെയൊക്കെ കൺസീവ് ചെയ്യുന്ന ഒരു അവരുടെ ഒരു എങ്ങനെയാണ് അവരത് മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടതെന്നൊന്ന് പറയാമോ ഡോക്ടർ? ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് വെറും മെഡിസിനിൽ പ്രഗ്നൻ്റ് ആവുന്നവരുണ്ട്. നമ്മളല്ലാതെ ചെറിയ പ്രൊസീജിയറിൽ പ്രഗ്നൻ്റ്, പല ലെവലാണ് ഇൻഫെർട്ടിലിറ്റി. അതിൻ്റെ ലെവൽ 2 പോയിട്ട് പ്രഗ്നൻ്റ് ആകുന്നവർ, അവർക്ക് ഒരുപാട് മോണിറ്ററിങ്, പൈസാപരമായിട്ട്, പിന്നെ അവരുടെ സമയം, ഒരുപാട് സമയം എടുത്താണ് പലരും പ്രഗ്നൻ്റ് ആകുന്നത്. ചിലപ്പോൾ 1, 2, 3 അറ്റംപ്റ്റിൽ IVF ഒക്കെ തന്നെ പല പ്രാവശ്യം ചെയ്യുന്നവരുണ്ട്. ചെയ്താൽ മാത്രമേ അവർക്കൊരു കുഞ്ഞിനെ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ സാമ്പത്തികമായിട്ടും അവർ കുറച്ച് എഫക്റ്റഡ് ആവും. പിന്നെ അത് കഴിഞ്ഞ് അവരുടെ ഫിസിക്കലി എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രൊസീജിയേഴ്സിന് അവർ വിധേയമാകുമ്പോൾ ഉള്ള ആ ടെൻഷൻ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞാണ് അവർ പ്രഗ്നൻ്റ് ആകുന്നത്. അപ്പോൾ അവർക്കൊരു മസ്റ്റാണ് ആ കുട്ടി കിട്ടണമെന്ന്. അത്ര അതിൻ്റെ ഒരു ടെൻഷൻ. നമുക്കൊരു സാധനം കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കത് കിട്ടാതെ പോയാലുള്ള അവസ്ഥ, ആ ഒരു ടെൻഷൻ, ഇത് ഇവർക്ക് ഭയങ്കര കൂടുതലാണ്. അത് എല്ലാ ഇൻഫെർട്ടിലിറ്റിക്കും ഉണ്ട്. പിന്നെ ഈ പ്രഗ്നൻസി കടന്നു പോകുമ്പോൾ കുഞ്ഞ് നേരെയാണോ, അനോമലി ഉണ്ടോ, ഇപ്പോൾ പ്രൊസീജിയേഴ്സിലൊക്കെ കൂടെ വരുമ്പോൾ അവർക്ക് തന്നെ ഭയങ്കര ടെൻഷനാണ്. പിന്നെ ഈ IVF ക്ലിനിക്കിൽ നമുക്ക് പോയാലറിയാം. ഇപ്പം ഞാൻ തന്നെയല്ല, എല്ലാ IVF ക്ലിനിക്കിലും പല തരം പേഷ്യൻസാണ് വരുന്നത്, പല സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവരെല്ലാം അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറയും അങ്ങോട്ട്. ഇപ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ അത് കേട്ട് കഴിയുമ്പോൾ, അയ്യോ ഇവർ 2 വട്ടം ചെയ്തിട്ട് അവർക്ക് ശരിയായില്ല, ഇപ്പോൾ വേറൊരാൾ പറയും എനിക്ക് ചെയ്ത് ശരിയായി, കുഞ്ഞിനെ കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കേട്ടും കണ്ടും അവർക്ക് ഭയങ്കര ആശങ്കകളാണ്. എന്ന് പറഞ്ഞാൽ അവർക്കൊരു മസ്റ്റാണ് ആ കുഞ്ഞിനെ കിട്ടണമെന്നുള്ളത്. തന്നെ അവർ പല രീതിയിൽ ട്രൈ ചെയ്തിട്ടാണ് അവർക്ക് വരുന്നത്. പിന്നെ അത് ഇവരുടെ ഓരോ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഡയബറ്റീസ് വരുന്നു. പിന്നെ പലരും ഏജ്ഡ് ആയിരിക്കും, ഏജ് കൂടുതൽ കാണും. അപ്പോൾ അവർക്ക് ആ എൽഡർ ഏജിൻ്റെതായ കോംപ്ലിക്കേഷൻസ്, പിന്നെ മൾട്ടിപ്പിൾ സർജറി കഴിഞ്ഞ് വരുന്നവർ കാണും. അപ്പോൾ ഇതിനെല്ലാം അവരുടെ പ്രഗ്നൻസിയുടെ ആ റിസ്ക് കൂടുന്ന പോലെ തന്നെ അവരുടെ ആശങ്കകളും കൂടി തന്നെ ഇരിക്കും. എപ്പോഴും ഒരു കുഞ്ഞിനെ കെട്ടി, കുഞ്ഞ് ജനിച്ച് നല്ലതായിട്ട് കുഞ്ഞിനെയും കൊണ്ട് അവർ ഡിസ്ചാർജായി വീട്ടിൽ പോകുന്നത് വരെ. പിന്നെ പലരും ദൂരെ നിന്നൊക്കെ വന്ന് ട്രീറ്റ് ചെയ്യുന്നവരുണ്ട്. ഇപ്പം വീട് വിട്ട് നിൽക്കുന്നത്, ഇപ്പം ഒരാൾ ഇപ്പം ഭാര്യ വീട് വിട്ട് നിൽക്കുമ്പം ഭർത്താവിനും ജോലിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് അവരെ എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. അതുകൊണ്ട് അത് ഓരോന്നും അവരുടെ ആശങ്കയ്ക്ക് കാരണമാണ്. പിന്നെ ഉണ്ടല്ലോ
ഗർഭിണിയായി കഴിഞ്ഞാൽ വീട്ടിന് വെളിയിലിറങ്ങാൻ പേടിക്കുന്നവരുണ്ട്. എൻ്റെ ഗർഭം നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ് അവർ വണ്ടി കയറി വരാൻ പറ്റുമോ, കാറിൽ വരാൻ പറ്റുമോ. അതെ, പലരും ഈ ഇൻഫെർട്ടിലിറ്റി സെൻറ്റേഴ്സിൻ്റെ അടുത്തൊക്കെ തന്നെ വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുന്നവരുണ്ട്. ഒരു കുഞ്ഞിന് വേണ്ടി ഓരോരുത്തരെടുക്കുന്ന എഫേർട്ട് ചിലത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിശയം തോന്നും. അത്ര അവർ പാടുപെട്ടിട്ടാണ് അവർക്കൊരു കുഞ്ഞിനെ കിട്ടുന്നത്. അതെ അതെ ഡോക്ടർ, ഇപ്പോൾ ഈ സമ്മർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഓരോ സമ്മർ സീസൺ കഴിയുമ്പോഴും ചൂട് വല്ലാതെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ UV റേസിൻ്റെ പ്രസൻസ് കൂടുതലാണ്, ശ്രദ്ധിക്കണം എന്ന്. അപ്പോൾ ഈ ഗർഭിണികൾ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ആശങ്കപ്പെടാൻ, ഇപ്പോൾ ഡീഹൈഡ്രേഷൻ പോലുള്ള സാഹചര്യങ്ങൾ ആശങ്ക ഉളവാക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആശങ്ക അകറ്റാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രഗ്നൻസിയിൽ നമ്മുടെ ഈ ക്ലൈമറ്റ് ഒത്തിരി ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. കുറച്ചൊരു ചൂടാണ് ഈ ഹോർമോണിൻ്റെ എല്ലാം ഇഫക്റ്റ് കൊണ്ടിട്ട്. അപ്പം അതിന് പിന്നുള്ളത് ഛർദിലുണ്ടെങ്കിൽ നിർജ്ജലീകരണം. ഇപ്പോൾ ഈ ക്ലൈമറ്റിലും ജലം നഷ്ടപ്പെടുമെന്നുള്ളതാണ്. പിന്നെ നിർജ്ജലീകരണം മൂലം ഉണ്ടാകുന്ന അണുബാധകൾ, ഇപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള സാധനം, ഇതെല്ലാം ഗർഭിണികൾക്ക് വരാവുന്നതാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ കെയർ വേണം തന്നെയാണ്. അപ്പോൾ ഈ ചൂടുള്ള സമയങ്ങളിൽ കഴിയുന്നതിൽ നമ്മൾ ഗവൺമെൻറ് ഇൻസ്ട്രക്ട് ചെയ്യുന്ന പോലെ ആ ഇടയ്ക്കുള്ള സമയത്ത് 12-നും 3-നും ഇടയിലൊക്കെ പുറത്തിറങ്ങാതെ നോക്കുക. കഴിയുന്നതും പുറത്ത് പോവാതെ തന്നെ. പിന്നെ ഒരു അത്യാവശ്യ സാഹചര്യങ്ങളിൽ പോയാൽ കുട ഉപയോഗിക്കും. പിന്നെ അതുപോലെ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ പല പ്രാവശ്യം നമ്മൾ പുറം കഴുകുക, നമ്മൾ ദേഹം തണുപ്പിക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്ത് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ ലോകത്തൊന്നെങ്ങും ഓടിപ്പോകാൻ പറ്റില്ലല്ലോ. അവിടെ നമുക്ക് ഇരുന്നല്ലേ പറ്റൂ. അപ്പം നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാതെ പറ്റൂ. ഡോക്ടർ, ഈ ഡെലിവറി ടൈപ്സ് ഓഫ് ഡെലിവറിയിൽ സാധാരണ ഈ കൂടുതൽ ആശങ്ക ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ സിസേറിയൻ പോലുള്ള അവസ്ഥകളിലേക്ക് സ്ത്രീകളെ കൊണ്ടെത്തിക്കാറുണ്ടോ? അപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, മാനസികമായ ഒരു തയ്യാറെടുപ്പാണ് പ്രസവത്തിനും ആവശ്യം. ഇപ്പോൾ പലരും ഉണ്ട്, നമ്മൾ ഹോസ്പിറ്റലിൽ വരുമ്പോഴേ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല പ്രസവ വേദനയൊന്നും അനുഭവിക്കും. വേദന എന്നുള്ളത് പ്രസവത്തിൻ്റെ കൂടെ ഉള്ള ആ പ്രൊസീജിയറിൻ്റെ കൂടെ ഉള്ള ഒന്ന് തന്നെയാണ്. പക്ഷെ ആ വേദനയുടെ നമുക്കത് വേദന കുറയ്ക്കാനുള്ള മാർഗങ്ങളുണ്ട്. പലപ്പോഴും നമുക്ക് വേദനയെ പറ്റിയുള്ളത് ഒരു തെറ്റിദ്ധാരണയാണെന്ന് പലരും അറിയുന്നില്ല. പ്രസവവേദനയുടെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു പെയിൻ വന്നാൽ അത് നിൽക്കുന്ന സമയം സെക്കൻഡ്സേ ഉള്ളു കേട്ടോ. വളരെ കുറച്ചല്ല, മിനിറ്റുകൾ അങ്ങനെ നിൽക്കില്ല, ഒരുപാട് സമയമൊന്നും നിൽക്കില്ല. പിന്നെ ഒരു വേദന വന്ന് പോയി നമ്മുടെ ആ ക്ഷീണമൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് നെക്സ്റ്റ് പെയിൻ വരുള്ളൂ. മറ്റല്ല നമുക്കൊരു ഫ്രാക്ചർ വരുന്ന പോലെ കണ്ടിന്യൂസ് പെയിൻ അല്ല. അപ്പോൾ അതൊക്കെ പിന്നെ വേദന കുറയ്ക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പോൾ വേദനയെ മാത്രം പേടിച്ച് നമ്മൾ സിസേറിയന് പോകേണ്ട കാര്യമില്ല. എന്നും എപ്പോഴും നോർമൽ ഡെലിവറിയാണ് നല്ലത്. പിന്നെ ചില സാഹചര്യങ്ങളുണ്ട്. നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ഈ IVF ചെയ്ത ഒരു 45 വയസ്സുള്ള ഒരു സ്ത്രീ വരികയാണ് പ്രസവിക്കാനായിട്ട്. അവർക്ക് ഇനി ഒരു റിമോട്ട് ചാൻസാണ് ഇനിയൊരു കിട്ടുമെന്നുള്ളത്. പിന്നെ പലപ്പോഴും അത് നമ്മൾ ഡേറ്റ് ആവും മുമ്പ് അല്ലെങ്കിൽ പ്രീ ടേമായിട്ട് തന്നെ അവർ പ്രസവിപ്പിക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് എപ്പോഴും CS ആണ് കൂടുതൽ നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാത്രം നമ്മൾ CS തന്നെ ചെയ്യണം. നമ്മൾ സിസേറിയൻ തന്നെ നമ്മൾ തന്നെ അങ്ങോട്ട് അഡ്വൈസ് ചെയ്യും. സിസേറിയന് എപ്പോഴും നോർമൽ ഡെലിവറിയേക്കാളും കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ ചില സാഹചര്യങ്ങളിൽ നമ്മൾക്ക് സിസേറിയൻ അവലംബിക്കേണ്ടി വരും. അല്ലാതെ ഇപ്പം നോർമൽ ഡെലിവറിക്ക് വളരെ നല്ല സംവിധാനങ്ങളാണ് ഇന്നുള്ളത്. ഡോക്ടർ, ഈ പ്രീ ടേം ഡെലിവറി എന്ന് പറയുന്നത് ഒരു സ്ട്രെസ്സിനുള്ള കാരണമാണ് അല്ലേ? അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സാധാരണ ഈ പ്രീ ടേം ഡെലിവറി വരുന്നത്? പ്രീ ടേം ഡെലിവറിയുടെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ 1-2 ദിവസം പറയാനുണ്ട്. അപ്പോൾ അത് പ്രീ ടേം എന്ന് പറയുന്നത് നമ്മൾ 37 ആഴ്ചയ്ക്ക് മുമ്പ് പ്രസവിച്ച് പോയാൽ അതിനെ പ്രീ ടേം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ പറയുന്നതിനേക്കാൾ അങ്ങനെ പ്രസവിച്ച് പോയാൽ എന്താണ് പ്രശ്നമെന്നുള്ളതാണ്. അപ്പോൾ പ്രീ ടേം ആയിട്ട് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും. തന്നെ ശ്വസിക്കുന്നതിനും തന്നെ പാല് കുടിക്കുന്നതിനും തന്നെ അന്തരീക്ഷത്തിലെ ചൂട് തണുപ്പ് ഇതുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും അപ്പോൾ അതിനെല്ലാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പ്രീ ടേം വന്നു കഴിഞ്ഞാൽ മദേഴ്സിന് ഭയങ്കര പ്രീടേം എന്ന് പറയുന്നത് തന്നെ ഒരു സ്ട്രെസ് ഉണ്ടാക്കുന്ന വാക്കാണല്ലോ. ആദ്യം തന്നെ അവർ മനസ്സിലാക്കുന്നു മാസം തികയാതെയാണ് ഞാൻ പ്രസവിച്ചത്. അപ്പോൾ പിന്നെ കുഞ്ഞിൻ്റെ എല്ലാ ചേഷ്ടകളും അവർക്ക് പേടിയാണ്. അപ്പോൾ ചിലപ്പോൾ വെയിറ്റ് ഭയങ്കര കുറവായിരിക്കും. ശരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനൊരു IVF സെൻ്ററുമായിട്ട് ചേർന്ന്
1 കിലോയൊക്കെ ഉള്ള കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് കുഞ്ഞായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിപ്പം അതിനെ എടുക്കാൻ തന്നെ പേടിക്കുന്ന അമ്മമാരുണ്ട്, അതൊക്കെ തൊടാൻ തന്നെ പേടിയുള്ളവരുണ്ട്. അത് സിസേറിയൻ ചെയ്യുമ്പോൾ ആ കൊച്ചിനെ തൊടാൻ ഞങ്ങൾക്കും പേടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഇതെല്ലാം പറയുമ്പോൾ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ ആശങ്ക വേറൊരു തലത്തിലാണ്. പക്ഷെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ പണി അതായി. അതെ അതെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ജോലിയായി പോയല്ലോ. ഇപ്പം നേഴ്സിനാണെങ്കിലും ഡോക്ടർക്കാണെങ്കിലും എല്ലാം വളരെ ഈ പ്രഗ്നൻസിയിലെ എല്ലാ പ്രശ്നങ്ങളും ഹെൽത്ത് പ്രൊഫഷണൽസിനും ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെ. ഡോക്ടർ, ഈ പ്രസവകാലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗർഭകാലം സുന്ദരകാലമാണ്, പക്ഷേ സ്ട്രെസ് ഉള്ളൊരു കാലമാണത്. ആ ഗർഭകാലത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ സ്ട്രെസ്സെങ്കിലും ഇല്ലാതെ ഒരു ഗർഭിണിക്കും കടന്നു പോകാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈ ഗർഭകാലത്തെ കൂടുതൽ സൗന്ദര്യമുള്ളതും നല്ല മെമ്മറീസ് പിന്നീട് കരുതി വയ്ക്കാവുന്ന ഒരു കാലഘട്ടമാക്കി മാറ്റുക എന്ന് പറയുന്നത് ഒരു സുന്ദരമായൊരു പ്രോസസ്സാണ്. അപ്പോൾ അതിന് സ്ട്രെസ്സൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ ഗർഭിണികളായിട്ടുള്ളവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഇപ്പോൾ എക്സസൈസുകളൊക്കെ ആണെങ്കിൽ എന്തൊക്കെ അങ്ങനെ ചെയ്യാം? ഡയറ്റ്, ഇപ്പം നല്ലൊരു ഡയറ്റ് കഴിച്ചാലും നമുക്കൊരു സുഖം തോന്നും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് സംസാരിക്കാം. അപ്പം ഗർഭകാലം ഈ പറഞ്ഞ പോലെ സന്തോഷപ്രദമാക്കാനായിട്ട് ഗർഭിണി മാത്രം വിചാരിച്ചു, ഞാനീ പറഞ്ഞ പോലെ വീട്ടുകാരൊക്കെ വിചാരിക്കും. അതുപോലെ പണ്ടൊക്കെ ഒരു 5 മാസം ആകുമ്പോൾ കുറേ ബന്ധുക്കളെല്ലാം വന്ന് കുറേ മധുര പലഹാരങ്ങളൊക്കെ കൊണ്ടുവരും. അതൊക്കെ ഒരു വലിയ മെമ്മറീസാണ്. എന്ന് പറഞ്ഞാൽ ഗർഭിണിക്ക് കൊണ്ടുപോകാനെന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ കുറേ പലഹാരം ഉണ്ടാക്കി. എനിക്കൊന്ന് അത് കുറേ സൈക്കോളജിക്കലും കൂടെ ചെയ്തിരുന്നത്. കുറേ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് കാണാൻ വരുന്നു. ഇപ്പം 5 മാസം ആണെങ്കിൽ 5 തരം പലഹാരങ്ങൾ, അതെല്ലാം ഹോം കുക്ക്ഡ് ആണ്. ഇന്നത്തെ പോലെ അതെ അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഗർഭകാലം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ഉള്ളതാണ്. ഒരിക്കൽ ഇടുന്ന ഡ്രസ്സ് പിന്നെ ഇടാൻ പറ്റില്ല. അപ്പോൾ പുതിയ പുതിയ ഡ്രസ്സുകൾ ഇടുന്നു, കുളിച്ചൊരുങ്ങി നല്ലതായിട്ടിരിക്കുന്നു. പിന്നെ അതിന് പോസിറ്റീവായിട്ട് വേറെന്ന് പറയുമ്പം ജോലിക്ക് പോകുന്ന ഭർത്താവാണെങ്കിൽ വൈകിട്ട് ഭർത്താവ് വന്നു കഴിയുമ്പം ഭാര്യയും ഒന്ന് കുളിച്ച് ഒരുങ്ങി രണ്ടുപേരും കൂടെ കുറച്ച് ദൂരം നടക്കുക. ഇതൊക്കെ ഭയങ്കര ഒരു പോസിറ്റീവ് കാര്യങ്ങളാണ്. പിന്നെ നല്ലോണം പാട്ട് കേൾക്കുന്നവരുണ്ട്. ഈ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പാട്ട് കേൾക്കുന്ന ഇഷ്ടമുള്ളവർക്ക് പാട്ട് കേൾക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്ത് ഗർഭത്തിനെ പറ്റി മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കാതെ ഗർഭം അവിടെ അങ്ങ് വളർന്നോളും, അതിൻ്റെ സമയത്ത് കുഞ്ഞ് പുറത്ത് വന്നോളും. അപ്പം അതൊക്കെ അവിടെ അങ്ങ് നടന്നോട്ടെ. ഇതെൻ്റെ ഒരു കാര്യം, എൻ്റെ ശരീരത്തിലെ ഒരവസ്ഥ മാത്രമാണെന്ന് മനസ്സിലാക്കി അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കാതെ പോസിറ്റീവായിട്ട് എടുത്ത് പോയി കഴിഞ്ഞാൽ ഗർഭകാലം വലിയ ആശങ്കയില്ലാതെ കൊണ്ടുപോകാൻ പറ്റും. തീർച്ചയായും. ഏതായാലും കെയറിംഗ് ഹാൻഡ്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഗർഭകാല ആശങ്കകൾ എന്നുള്ള വിഷയമാണ്. ഇപ്പോൾ ഡോക്ടർ ത്രൂ ഔട്ട് പറഞ്ഞു, ഗർഭകാലം എന്ന് പറയുന്നത് ആശങ്കപ്പെടാനുള്ളതല്ല, വളരെ പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാവുക, പോസിറ്റീവ് മൈൻഡ് ഉണ്ടാവുക. അപ്പോൾ ടോട്ടലി നമ്മൾ പോസിറ്റീവ് ആവും, നമുക്ക് പോസിറ്റീവായിട്ടുള്ള നല്ല ഒരു ഹെൽത്തി ബേബിയെയും കിട്ടും. അപ്പം എല്ലാവർക്കും, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കോളേഴ്സിനും ഡോക്ടറിനും നന്ദി. ഇന്നത്തെ കെയറിംഗ് ഹാൻഡ്സിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു.